സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, യുവ ഫോർ ജീസസിൻ്റെ സെഷനാണ്. സാധാരണ യുവ ഫോർ ജീസസിൻ്റെ സെഷൻസിന് നമുക്ക് ഇൻട്രഡക്ഷൻ ഒന്നുമല്ല. പക്ഷേ ഇന്നത്തെ സെഷന് നമുക്കൊരു ഇൻട്രഡക്ഷൻ പറയണമെന്ന് തോന്നി. അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മകളുടെ ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ സെഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി, സത്യത്തിൽ ഈ ഒരു ടെസ്റ്റ് മണി നമുക്ക് എൻ്റെ കഥയിലോ യുവൻ ഫോർ ജീസസിലോ ഒക്കെ കൊണ്ടുവരേണ്ട ടെസ്റ്റ് മണിയായിരുന്നു. ബെൽജിയത്തിൽ നിന്നും ടിങ്കു തോമസ് നമ്മളോടൊപ്പം ഇന്ന് തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. നിലമ്പൂരിലേക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയ ഒരു കുടുംബം, ദീർഘവർഷങ്ങൾ വളരെ ക്ലേശങ്ങളിലൂടെ കർത്താവിൻ്റെ വേല ചെയ്തൊരു കുടുംബം. ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ എന്തോ കാട്ടുപയറൊക്കെ പറിച്ച് കഴിച്ച് ഫുഡ് പോയിസനായി അവശ നിലയിൽ കിടന്ന കുഞ്ഞുങ്ങൾ, വിഷക്ക കഴിച്ച് അവശ നിലയിൽ കിടന്ന കുഞ്ഞുങ്ങൾ അവിടെ കിടന്നുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ വീട്ടിൽ അപ്പനും അമ്മയും വരുമ്പോൾ അവരുടെ കാഴ്ച കണ്ടിട്ട് ആ പാസ്റ്റർ തോമസ് കുട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പട്ടിണി നിമിത്തം വിഷക്ക കഴിച്ചെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അനേകർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ഞങ്ങളെ ദൈവം സഹായിക്കും. ഒരു വലിയ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ടിങ്കു തന്നെ തൻ്റെ സാക്ഷ്യത്തിൽ പെടുന്നു. തൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു തനിക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഒരു ചരിത്രം എഴുതുന്ന വ്യക്തിയായിത്തീരണം. പല ചരിത്രങ്ങൾ എഴുതി. ബെൽജിയത്തിലെ ആദ്യത്തെ മലയാളി പെന്റിക്കോസ്റ്റൽ ചർച്ച തുടങ്ങാൻ ദൈവം ഉപയോഗിച്ച പെൺകുട്ടി. അങ്ങനെ ബെൽജിയത്തിൽ ആദ്യത്തേതെന്ന് പറയാൻ കഴിയുന്ന പല കാര്യങ്ങളിൽ ദൈവം തന്നെ ഉപയോഗിക്കാനിടയായി തീർന്നു. ആ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. തോമസ് കുട്ടി പാസ്റ്ററുടെ മകളുടെ സാക്ഷ്യം. തോമസ് കുട്ടി പാസ്റ്റർ, നിലമ്പൂർ. അങ്ങനെ പല പേരിൽ പപ്പായ അറിയപ്പെടും. പപ്പായുടെ സ്വദേശം ചങ്ങനാശ്ശേരിയിലാണ്. മമ്മി റാന്നിയിലാണ്. എനിക്കറിയാം ഫിന്നി പാസ്റ്റർ കുറേ പേര് റാന്നിക്കാരുണ്ട്. ഞാൻ പല മീറ്റിങ്സുകളിലും ഇങ്ങനെ റാന്നി കേൾക്കാറുണ്ട്. എൻ്റെ മമ്മി റാന്നിയിൽ ഇറ്റിയപ്പാറയ്ക്ക് അടുത്ത് ഐത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അഞ്ചാനി അതിലാണ് എൻ്റെ മമ്മി ജനിച്ചു വളർന്നത്. 1983 എൻ്റെ പപ്പ മലബാറിലേക്ക് ദൈവം ദർശനം കൊടുത്തതിൽ പ്രകാരമായിട്ടാണ് ഞങ്ങൾ നിലമ്പൂരെത്തിയത്. ഞങ്ങൾ അവിടെ ജനിച്ചു വളർത്തപ്പെട്ട് ഞങ്ങൾ 4 മക്കളാണ്. എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും 2 ആമക്കളും 2 പെൺമക്കളും. എനിക്ക് 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററും ആണുള്ളത്. ഞങ്ങൾ 2 ആണും 2 പെണ്ണും. എൻ്റെ മൂത്ത ബ്രദർ ഇപ്പം നാട്ടിലാണ്. വിദേശത്തായിരുന്നു, ഒരു GCC കൺട്രിയിലായിരുന്നു. ഒരു സുവിശേഷ വേലയോടുള്ള ഒരു ബന്ധത്തിൽ അവിടുന്ന് പെർമിഷൻ പ്രകാരം ഒരു മീറ്റിംഗ് നടത്തി. പക്ഷേ അവിടുത്തെ ഗവൺമെൻറ് പിന്നെ ആരോ കംപ്ലൈൻറ്റ് കൊടുത്തത് പ്രകാരം ഒരു 17 ഡേയ്സ് അവിടുത്തെ പ്രിസണിലായിരുന്നു. അത് കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇപ്പം ഡീപ്പോർട്ടായി ഇന്ത്യയിലുണ്ട് എൻ്റെ മൂത്ത ബ്രദർ. 2ാമത്തെ ആളാണ് ഞാൻ. 3ാമത്തെ എൻ്റെ ബ്രദർ ഇപ്പോൾ US ഇളയ സിസ്റ്റർ, അവളും കുടുംബമായിട്ട് അവളും US ഞങ്ങളുടെ 4 പേരുടെയും ജീവിത അനുഭവങ്ങൾ ഓരോ ദിവസവും ടെസ്റ്റ് മണിയാണ്. എല്ലാ ദിവസവും ദൈവം ഞങ്ങളെ നടത്തിയത് കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ടെസ്റ്റ് മണി. എൻ്റെ ബാല്യപ്രായത്തിൽ വാക്തത്വം, അതാണ് നമ്മുടെ നിക്ഷേപം. വേറെ ഒന്നും നമ്മുടേതെന്ന് പറയാനില്ല. എൻ്റെ പപ്പായും മമ്മിയും ജ്ഞാനായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരാണ്. പപ്പായ രക്ഷിക്കപ്പെട്ടത് മൂലം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മലബാറിൻ്റെ പ്രദേശത്തേക്ക് ദൈവം കൊടുത്ത ദർശനപ്രകാരം വന്നു. ഞങ്ങളവിടെ എല്ലാം ഉണ്ടായി. അതായത് ഞങ്ങളുടെ ഭവനം ആ വാടക വീടെടുത്ത് അവിടെ ദൈവം ഒരു ദർശനം കൊടുക്കും പപ്പായ്ക്ക്. ആ സ്ഥലത്തേക്ക് പോകും, അവിടെ ഒരു വീടെടുക്കും, അവിടെ പ്രവർത്തനം ആരംഭിക്കും. അവിടെ കുറച്ച് ആത്മാക്കളായി കഴിയുമ്പം ദൈവം അടുത്തൊരു പ്ലേസ് കാണിക്കും. അന്നേരം അവിടെ ഒരു പാസ്റ്ററി ആക്കിയിട്ട് ഞങ്ങൾ അടുത്തടുത്തോട്ട് മൂവ് ചെയ്യും. അപ്പം അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ബാല്യകാലങ്ങൾ. എനിക്ക് തോന്നുന്നു പപ്പ ഒരു 23 വീടുകൾ മാറി മാറി ഒരു 25-30 വർഷത്തിനകത്ത് താമസിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 4 വീട് കുറവായിരിക്കും താമസിച്ചിട്ടുള്ളത്. പക്ഷെ ബാക്കി അങ്ങനെ ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫുള്ളും ഒത്തിരി സ്ഥലങ്ങളിൽ, ഇങ്ങനെ ദൂരെയൊന്നുമല്ല. നിലമ്പൂരെന്ന് പറയുന്ന ഒരു പട്ടണത്തിൻ്റെ ഒരു 25 കിലോമീറ്ററിനകത്താണ് ഈ 10-23 വീട് മാറി മാറി താമസിച്ചു എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഉൾഗ്രാമങ്ങളിൽ ദൈവം ഓരോരുത്തർക്കും ഓരോ സ്ഥലം ഓരോ അടയാളങ്ങൾ കൊടുക്കും. അങ്ങോട്ട് മാറും, അവിടെ ഒരു കൂട്ടായ്മ ആരംഭിക്കും. അങ്ങനെ അങ്ങനെ ഞങ്ങൾ പല ദേശങ്ങളിൽ താമസിച്ചു. ഞാനൊരു 6 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സിബ്ലിങ്സ് ആണ്. കാരണം എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ എല്ലാം സുഖവും ദുഃഖങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ തുറന്നു പറയാൻ നമ്മുടെ സഹോദരങ്ങളാണ് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നവർ. കാരണം അവരെ ഉള്ളായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും. ചൈൽഡ്ഹുഡൊക്കെ ചിന്തിക്കുമ്പം പപ്പായുടെ മമ്മിയുടെ ടെസ്റ്റിമണീസ് ഒത്തിരി ഉണ്ട്. ഞാൻ അവിടോട്ടൊന്നും പോകുന്നില്ല. എനിക്ക് എൻ്റെതായ ടെസ്റ്റിമണീസ് ഒത്തിരി പറയാനുള്ളത് കൊണ്ട്
കുഞ്ഞിലെ എൻ്റെ കൊച്ചിലത്തെ ഓർമ്മകൾ മുതൽ ഓരോ ദിവസവും വീട്ടിലെ ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ, ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ. അപ്പം പ്രാർത്ഥിക്കും, കർത്താവേ ഇന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം. ദൈവം പക്ഷെ ഓരോ ദിവസവും അത്ഭുതകരമായി നടത്തുന്നു. പട്ടിണി കിടന്നിട്ടില്ല എന്നൊന്നും പറയുന്നില്ല, ഞങ്ങൾ പ്രയാസത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അന്നും ഇന്നും അത് ഓർക്കുമ്പോൾ ഒരു ദുഃഖമില്ല. ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം നടത്തും എന്നുള്ളൊരു പ്രത്യാശയിലൂടെയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. കാരണം അതിന് ഏറ്റവും വലിയ ഉത്തേജനം ഞങ്ങളുടെ പപ്പ തന്നെയായിരുന്നു. കാരണം പപ്പ എപ്പോഴും ഞങ്ങളോട് പറയുന്ന പോലെ, ഞാൻ ഒന്നുമില്ലാത്തവനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, എൻ്റെ ബൈബിളും എൻ്റെ 10ാം ക്ലാസ്സിലെ ബുക്കും എൻ്റെ പാസ്പോർട്ടും എടുത്ത് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ആളാ. എനിക്കൊരു ഭാര്യയെ 4 മക്കളെ എല്ലാം തന്നത് ദൈവമാണെങ്കിൽ തുടർന്നും കർത്താപ്പച്ചൻ നടത്തും. ആ ദൈവത്തോട് ചോദിച്ചാൽ കിട്ടാത്ത ഒന്നുമില്ല, അതുകൊണ്ട് ദൈവം തരും. അങ്ങനെ ആ എപ്പോഴും ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. അതായത് 91 എനിക്ക് തോന്നുന്നു, എനിക്ക് 2 വയസ്സ് 2.5 3 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ പപ്പായും മമ്മിയും അവർ ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു കർത്താവിൻ്റെ വേല. എൻ്റെ മമ്മി എനിക്കിപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല, കാരണം ഞാനിപ്പോൾ ഒരു അമ്മയാണ് 2 കുഞ്ഞുങ്ങളുടെ. അപ്പൊ എനിക്കറിയാം ഒരു മഹതാവ് എത്രത്തോളം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത്. പക്ഷെ മമ്മിയുടെ പോളിസി അനുസരിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ രാവിലെ 9 മണി മുതൽ 5 മണി വരെ വർക്ക് ചെയ്യുമെങ്കിൽ ഞാനും മിനിമം അത്രയെങ്കിലും സുവിശേഷ വേല ചെയ്യണം എന്നുള്ളൊരു പോളിസി ആയിരുന്നു എൻ്റെ മമ്മിക്ക്. അതുകൊണ്ട് ഞങ്ങളെ സ്കൂളിൽ വിടുവോ അയലോക്കത്ത് വിടുവോ, മമ്മി 9 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും, മമ്മി ഇറങ്ങും. എന്നിട്ട് രാത്രി, അല്ലെങ്കിൽ അത് ഓരോരുത്തരുടെ ഡിപ്പെൻഡ് അനുസരിച്ചിരിക്കും, മിനിമം 5 മണിയാകുമ്പോഴേ മമ്മി വീട്ടിൽ തിരിച്ചു വരത്തുള്ളായിരുന്നു. അപ്പം എൻ്റെ കുഞ്ഞു ബ്രദറിന് സമയം നോക്കാനൊന്നും അറിയാത്തതുകൊണ്ട്, ഞങ്ങൾ നിലമ്പൂരിൽ താമസിക്കുന്നുണ്ട്, ഈ മമ്മി കൊച്ചു കൊച്ചു ബോക്സിനകത്ത് 1-2 കോഴിക്കട്ട ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് പറയും, മോനെ ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കണം. അപ്പം അവൻ പറയുന്നുണ്ട്, മമ്മി ബാങ്ക് വിളിക്കുമ്പോൾ ഞാൻ കഴിച്ചോളാം, അത് ആ സമയം, അതായത് 11:30, 1 മണി, 2 മണിക്ക്, 3 മണിക്ക്, അങ്ങനെ ബാങ്കിന്റെ ടൈം വിളിക്കുമ്പം നീ ആ സമയം വിളിക്കുമ്പോൾ ഓരോ ബോക്സ് തുറന്നെടുത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാനും എൻ്റെ കൊച്ചു ബ്രദറും കൂടെ, ഞങ്ങൾക്ക് വിശന്നിട്ട്, മമ്മിയും പപ്പായും വീട്ടിലില്ല, ഞങ്ങൾ ഇങ്ങനെ മുറ്റത്തൂടെ നടന്ന്, മമ്മി കഴിഞ്ഞ ദിവസം വേലിയേന്ന് എന്താണ്ട് പറിച്ച് തോരൻ വെച്ച് തന്നത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാനും അവനും കൂടെ മുറ്റത്തോട്ട് ഇറങ്ങി ഈ വേലിയേന്ന് എന്താണ്ട് പറിച്ച് കഴിച്ചു. പക്ഷെ അതൊരു വിശക്കായ പയറ് പോലെ ഇരിക്കുന്ന കണ്ട് ഞങ്ങൾ എടുത്ത് കഴിച്ചതാ. അത് പക്ഷെ ഞാനും എൻ്റെ ബ്രദറും ഒരിടത്തുനിന്ന് വയറ്റിൽ നിന്നും പോയി വോമിറ്റിങ് ചെയ്ത് അൺകോൺഷ്യസ് ആയിട്ട്, എനിക്ക് ഒട്ടും വയ്യ, ബ്രദറിനും ഒട്ടും വയ്യ. മമ്മിയും പപ്പായും തിരിച്ചു വന്നപ്പം ഞങ്ങളിങ്ങനെ തറയില്ല, നമ്മൾ ഈ ചാണകം മേഞ്ഞ തറയാ അന്നത്തെ. ആ വീടെന്ന് പറയുന്നത് ഒരു റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു സൈഡിൽ പുള്ളി റബ്ബർ ഷീറ്റ് അടിക്കും, മറ്റേ സൈഡിലാണ് നമ്മൾ താമസിക്കുന്നത്. അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. അവിടെയാണ് നമ്മൾ ആരാധന നടത്തുന്നതും, കാരണം നമ്മുടെ വീടാണല്ലോ ആലയം. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ കിടന്നപ്പോൾ പപ്പായും മമ്മിയും വന്നിട്ട് ഞങ്ങളെ രണ്ടുപേരെ എടുത്തിട്ട് പറഞ്ഞു, കർത്താവേ നീ അത്ഭുതം പ്രവർത്തിക്കണം, നീ എന്നോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങള്, പപ്പ പറഞ്ഞ വാക്കുകൾ, ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങള് ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് ഈ ഒരു സാഹചര്യമാണെങ്കിൽ, പിശാചെ നീ നോക്കിക്കോ, വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഭക്ഷണവും കൊടുക്കും, ഭക്ഷണമില്ലാത്ത അനേക കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാൻ ഇടയാവും. ആ ഒരു എന്താ പറയുക റെസ്പോണ്ടാണ് എൻ്റെ പപ്പായുടെ വായിൽ നിന്ന് എപ്പോഴും വരുന്നത്. അതായത് ഒരു പ്രയാസം വരുമ്പം, അയ്യോ കർത്താവെ നിന്നെ നോക്കി ഇറങ്ങിയിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കാട്ടി അപ്പുറമായിട്ട് പിശാചിനെ വെല്ലുവിളിക്കുമായിരുന്നു. അതായത് നീ ഇന്ന് എന്നെ തോൽപ്പിക്കാൻ ചെയ്ത്, നീ കണ്ടോ നിന്നെ ഞാൻ തോൽപ്പിക്കുന്നുള്ള. പക്ഷെ ദൈവം സഹായിച്ച് 10 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരു ഓർഫനേജ് സ്റ്റാർട്ട് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. 2001 സ്നേഹഭവൻ എന്ന് പറഞ്ഞ ആ അനേക കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ ദൈവം മുഖാന്തരം ഒരുക്കി. പക്ഷെ ആ ജേർണി ഒന്നും ഒരിക്കലും എളുപ്പമല്ലായിരുന്നു. അതിലേക്കൊക്കെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒത്തിരി ഇതുണ്ട്. പക്ഷേ ദൈവം പറഞ്ഞത് ഇന്നല്ലെങ്കിൽ നാളെ അത് നിവൃത്തീകരിക്കും. വാക്തത്വം നമ്മുടെ നിക്ഷേപം, വാക്ക് പറഞ്ഞവൻ ഒരിക്കലും മാറത്തില്ല. അന്ന് കിടക്കുന്ന സമയത്ത് ഞങ്ങൾ മലബാറിലായിരുന്നത് കൊണ്ട് ഒത്തിരി ദേവദാസന്മാരൊന്നും വന്നിട്ടില്ലെങ്കിലും അറിയപ്പെടുന്ന അനേക ദേവദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് പിന്നീടുള്ള കാലങ്ങളിൽ താമസിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. MA അങ്കിള്, PG അങ്കിള്, അതായത് MA വർഗീസ്, PG വർഗീസ്, അതേപോലെ നാൻസൻ കെ സാമുവേൽ, ടിനു ജോർജ്, ഇപ്പൊ അറിയപ്പെടുന്ന അത്യാവശ്യം ദേവദാസന്മാരെല്ലാം ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത, ഈ ദേവദാസന്മാർ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങുന്നുണ്ട്, ഞങ്ങൾ 4 പേരും കൂടെ ഒരു ഓട്ടമുണ്ട്. ഇവര് കിടന്ന കട്ടിൽ, ഇവർ ഉപയോഗിച്ച ചെരുപ്പ്, ഇവരെല്ലാം ഞങ്ങൾ അങ്ങ് ആദ്യം കയറി കിടക്കണം. ആ അനുഗ്രഹം മൊത്തം ഞങ്ങൾക്ക് വരണം എന്നുള്ള ആ ആഗ്രഹമായിരുന്നു. ഏത് ദേവദാസന്മാർ ഞങ്ങളുടെ വീട്ടിൽ വന്നാലും
അവരെന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അതിന് മുഴുവൻ ഞങ്ങളുടെ വീട്ടിലെ സഹോദരങ്ങൾ തമ്മിൽ അടിയായിരുന്നു. കാരണം ആദ്യം അവിടെ കിടന്നാൽ അവർക്ക് വീട്ടിലിടാൻ കൊടുക്കുന്ന ചെരുപ്പ് നമ്മൾ എടുത്തിടുമ്പോഴത്തേന് ആ അഭിഷേകം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമെന്നുള്ള ഒരു വിശ്വാസമായിരുന്നു ഞങ്ങൾക്ക്. കാരണം അത്രയ്ക്കും തീഷ്ണതയായിരുന്നു. ഞാൻ കൊച്ചിലെ മുതൽ പപ്പ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, എന്തൊക്കെ ജോലി ചെയ്താലും സുവിശേഷ വേലയാണ് ഏറ്റവും വലിയ ജോലി. അതായത് അതിനപ്പുറമായിട്ട് വേറെ ഒന്നുമില്ല എന്നുള്ള ഒരു വിഷൻ ഞങ്ങളുടെ ഉള്ളിൽ കൊച്ചിലേ മുതലേ തന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു പന്ന കാര്യമല്ല, ഇതാണ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് ഒരു ദൈവവേല ചെയ്യാന്ന്. പാസ്റ്റർ ആകുക എന്നുള്ളതൊന്നുമല്ല, ദൈവനാമത്തെ ഉയർത്തുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് കൊച്ചിലെ മുതൽ ഞങ്ങളുടെ ഉള്ളിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ വിത്ത്. അപ്പൊ അതിന് ഉദാഹരണങ്ങളാണ് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. ഞാൻ CKHS മണി ക്രൈസ്റ്റ് കിങ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എൻ്റെ 6th മുതൽ 10th വരെ ഞാൻ പഠിച്ചത്. ആ സ്കൂളിൽ ഒരു 3000 പിള്ളേരുണ്ട്, 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. എന്താണ് LMN ഡിവിഷനൊക്കെ ഉള്ള, നിങ്ങൾക്ക് എനിക്ക് ആ ചിന്തിക്കാൻ പറ്റുമോ അറിയത്തില്ല, എല്ലും എമ്മും എന്നും ഒക്കെയുള്ള ഡിവിഷൻസ് ഉള്ള ഓരോ ക്ലാസ്സും 54 ക്ലാസ് ഉണ്ടായിരുന്നു 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. അത്രയും ഡിവിഷൻസ് ഉള്ള ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. 4 മണിയാകുമ്പോൾ പപ്പ ജീപ്പ് കൊണ്ടുവന്ന് ഞങ്ങളുടെ വാതിക്കലോട്ട് നിർത്തും. എന്നിട്ട് തമ്പേർ എടുത്ത് എൻ്റെ ബ്രദറിന്റെ കയ്യിലോട്ടും കൊടുക്കും, മൈക്ക് എടുത്ത് എൻ്റെ കയ്യിലോട്ടും തരും. അവിടെ നിന്ന് പരസ്യമാകും എന്ന് പറയുമ്പോൾ എൻ്റെ ബ്രദർ സ്കൂൾ ലീഡറാ, ഞാൻ അസിസ്റ്റന്റ് സ്കൂൾ ലീഡറാ. ഞങ്ങൾക്ക് അന്ന് കർത്താവെ ഈ പപ്പ എന്തുവാ കാണിക്കുന്നതെന്നുള്ള ആ ഒരു ചിന്തയായിരുന്നു. പക്ഷെ അത് കാരണം ഇപ്പൊ ഞങ്ങൾക്ക് ഒരു നാണവുമില്ല. കർത്താവിനെ ഏത് പബ്ലിക്കിൽ നിന്ന് ഉയർത്തണോ, എവിടെ നിന്ന് പറയണോ, ഒരു പ്രയാസവും ഇല്ല. കാരണം അതങ്ങ് മാറി. കാരണം പപ്പ എപ്പോഴും പറയാം, ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ലജ്ജ ഉണ്ടാവരുത്, കർത്താവിനെ കുറിച്ച് ലജ്ജ ഉണ്ടാവരുത്. കാരണം നമ്മൾ ലജ്ജിച്ച കർത്താപ്പച്ച നമ്മളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കും, ലജ്ജിക്കും. നമ്മളെ എൻ്റെ പപ്പ എനിക്ക് ഓർമ്മയുണ്ട്, പപ്പ ഇങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ളവരൊക്കെ പറയുന്നത് കേൾക്കാം, പപ്പ ഭയങ്കര ഹൈറ്റ് വെയിറ്റ് ഒക്കെ ഉള്ള ഒരാളായിരുന്നേ എൻ്റെ പപ്പ. ഇപ്പോഴും ഉണ്ട്. പപ്പ ബുള്ളറ്റ് ഉണ്ടായിരുന്നു, ബുള്ളറ്റ് കൊണ്ടുവന്ന് അവിടോട്ട് നിർത്തും, ആ ബുള്ളറ്റിന്റെ മണ്ടയിലോട്ട് കയറി നിൽക്കും. അപ്പൊ ആൾക്കാർ മുഴുവൻ നോക്കി ഈ മനുഷ്യൻ എന്തുവാ കാണിക്കുന്നതെന്ന്. എല്ലാവരും ഒന്ന് കൂടി കഴിയുമ്പോൾ താഴോട്ട് ഇറങ്ങി നിന്നേച്ച് പപ്പ സുവിശേഷം പറയും. അപ്പൊ പപ്പായ്ക്ക് ഇത്ര ഉള്ളായിരുന്നു, എങ്ങനെയും മറ്റുള്ളവരോട് യേശുവിന്റെ രക്ഷയെക്കുറിച്ച് പറയണം, അവരത് കേൾക്കണം. അപ്പൊ ഞങ്ങളുടെ ഉള്ളിലും ഇപ്പോഴും അതേ ആഗ്രഹമുള്ളു. നമ്മൾ എന്തോ ചെയ്താലും അതിനകത്തൂടെ യേശുപ്പച്ചന്റെ നാമം മഹത്വപ്പെടണം, ദൈവസ്നേഹം അതിനകത്തൂടെ കാണണം. ഞാൻ പഠിച്ച സ്കൂളിൽ ഞങ്ങളുടെ ആദ്യകാലത്തിൽ എനിക്ക് തോന്നുന്നു 85, 86 പപ്പ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്, ആ വഴിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, നിലമ്പൂരില്. ആ വഴിക്കടവില് ഞാൻ പഠിച്ച സ്കൂളിലായിരുന്നപ്പം അവിടുത്തെ ടീച്ചേഴ്സിനെല്ലാം എന്നെ അറിയാം. കാരണം പപ്പ അവിടെ താമസിച്ചിട്ടുള്ളതുകൊണ്ട് ആ ഏരിയയിലുള്ളവർക്ക് മുഴുവൻ അച്ഛനെ അറിയാം, പാസ്റ്ററെ അറിയാം. അപ്പം പപ്പ അവിടെ കൂടെ പോകുമ്പോൾ പിള്ളേരുടെ മുടിയൊക്കെ വെട്ടും, അതായത് പാവം പിടിച്ച കൊച്ചുങ്ങളെയൊക്കെ. പിന്നത്തേതിൽ അവരൊക്കെ അവരും ജാതി മതം ഒന്നും ആയിട്ടല്ല, പക്ഷെ നമ്മൾ ആ ദൈവസ്നേഹം എങ്ങനെ ഒരാളെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ അവരുടെ അടുത്തോട്ട് ചെല്ലണം എന്നൊക്കെ കുഞ്ഞിലെ മുതൽ നമ്മൾ പ്രാക്ടിക്കലി കണ്ടുവരുവാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കൊച്ചു സിസ്റ്റർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവളെ പപ്പ വിടുമായിരുന്നു ഞങ്ങളുടെ അയലോക്കത്തുള്ള വീടുകളിലേക്ക്. അതായത് മോള് പോയിട്ട് ആ വീട്ടിൽ പോയി നോക്ക്, അവിടെ എന്തോ ഉണ്ട്, ഈ വീട്ടിൽ പോയി നോക്ക്. അവിടെ ഞങ്ങളുടെ വീട്ടിലൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും അയലോക്കത്തെ ഞങ്ങളുടെ ഒരു കോളനിയുടെ അടുത്ത് താമസിക്കുമ്പം ഇച്ചിരി പഞ്ചസാര, ഇച്ചിരി ഉപ്പ്, ഇച്ചിരി അരി, ഇച്ചിരി ചെറുപയറ്, അതെല്ലാം വാങ്ങിച്ച് അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. കാരണം നമ്മുടെ ആ സമയത്ത് 2000-ലെ കാര്യം ഞാൻ പറയുന്നത്, ആ സമയത്ത് ഞങ്ങളുടെ വീട്ടില് ചക്കക്കുരു പുഴുങ്ങി മമ്മി 4 കഴിച്ചിട്ട് പറയും എൻ്റെ വയറ് നിറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഓർക്കും, അത്രയും വലിയ മമ്മിയുടെ വയറ് നിറഞ്ഞു, പിന്നെ നമുക്ക് എങ്ങനെ ഇനി പരാതി പറയാൻ പറ്റുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മുടെ വീട്ടില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, കർത്താപ്പച്ച ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വരണേ, കർത്താവ് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വരണേ. കാരണം ഗസ്റ്റ് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് അവർക്ക് വേണ്ടി നല്ല ഫുഡ് ഉണ്ടാക്കുമല്ലോ, കടം വാങ്ങിച്ചാണെങ്കിൽ. അപ്പൊ അന്നേരെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കഴിക്കാമെന്നുള്ള ആ ഒരു മനോഭാവത്തിലായിരുന്നു ഞങ്ങളുടെ ചൈൽഡ്ഹുഡ്. പക്ഷെ ഞങ്ങൾക്ക് കംപ്ലൈന്റ് ഇല്ലായിരുന്നു. അന്നും ഇന്നും ദൈവം നടത്തും, ഇത്രയും ദൈവം നടത്തിയില്ല, ഇന്ന് വരെ ദൈവം നടത്തിയില്ലേ. പപ്പ ഇങ്ങനെ പറയും, മക്കളെ നാളെ അന്നും നമുക്ക് ഒത്തിരി ചർച്ചുകളും നമ്മുടെ അണ്ടറിൽ ഒത്തിരി പാസ്റ്റർമാരും അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നൊക്കെ കാലമാണ്. അല്ലാതെ നമ്മൾ തന്നെ ഇതാകുന്നതല്ല. പറയും ഇന്ന പാസ്റ്റർക്ക് നമുക്ക് നാളെ 1500 രൂപ സപ്പോർട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ 6 പേരും കൂടെ റൂമിനകത്തിരിക്കും, കർത്താപ്പച്ച ഇന്ന് ഞങ്ങൾക്ക് പോസ്റ്റ്മാൻ ഒരു ചെക്ക് കൊണ്ട് തന്നേ പറ്റത്തുള്ളൂ കർത്താവ്. ഞങ്ങൾ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും. കറക്റ്റ് എമൗണ്ട് ദൈവം അത് കറക്റ്റ് മുമ്പേ അയക്കുന്ന. പക്ഷെ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് മുഴുവൻ ഞങ്ങൾ ചോദിച്ച് കർത്താപ്പച്ചൻ ഓരോന്നും എല്ലാ ദിവസവും ഞങ്ങൾക്ക് ദൈവം അത്ഭുതം തരുമായിരുന്നു. ഓരോ ദിവസത്തെയും
അത്ഭുതകരമായി ദൈവം ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ഇങ്ങനെ നടത്തി. അത് കഴിഞ്ഞ് എൻ്റെ 10ാം ക്ലാസ് ഒക്കെ ആയിരുന്ന സമയത്ത് ചർച്ചിന്റെ ഭയങ്കര ശുഷ്കാന്തിയായിരുന്നു. ആ ചർച്ചിനകത്ത് മെയിനായിട്ട് ഞങ്ങളുടെ ചർച്ചിന്റെ ഹോള് പണി നടന്നപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂത്ത്സിനൊക്കെ പോകാൻ ആഗ്രഹം. നമുക്ക് പരിപ്പുവടയും ചായയും ഒക്കെ ലാസ്റ്റ് അപ്പോൾ 4 മണിയാകുമ്പോൾ തരുമല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ അതിനകത്തൊക്കെ ഇൻവോൾവ് ആയി. 10ാം ക്ലാസ്സിൽ എക്സാം വന്നപ്പം ഞാനിങ്ങനെ തലേദിവസം പിറ്റേ ദിവസം ജോഗ്രഫിയുടെ എക്സാമാ. അപ്പോൾ തലേദിവസം വൈകിട്ട് ഹോളിൽ പോയിട്ട് ജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ രാത്രി കിടക്കാൻ നേരത്തെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഇന്ന് നിന്റെ ആലയം പണിയാൻ വേണ്ടി അവിടെ പോയി, നാളെ പരീക്ഷയാണ്, ഫൈനൽ എക്സാം ആണ്, എൻ്റെ 10th ഫൈനൽ എക്സാമാ. എനിക്ക് ദൈവമേ ജയിക്കാനുള്ളത് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ ക്വസ്റ്റ്യൻ എന്താന്നുള്ളത് എന്നെ ഒന്ന് കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദൈവത്തോട് അങ്ങോട്ട് ഞാൻ പോയത് പരിപ്പോടെയും ചായയും കഴിക്കാനാണെന്ന് പറഞ്ഞാലും ദൈവത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ നിന്റെ ആലയം പണിയാൻ വേണ്ടി പോയത്, നീ എന്നെ സഹായിക്കണം. പക്ഷെ വിശ്വാസത്തോടെ ഞാനൊരു പേപ്പറും ഒരു പേനയും എടുത്ത് എൻ്റെ തലവണയിൽ അവിടെ വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ ആ പേപ്പറിൽ ഒരു 72, ഒരു 17 ഏതാണ്ടൊക്കെ നമ്പർ എഴുതി വെച്ചിരിക്കുന്നു. പക്ഷെ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഞാൻ ഇന്നലെ ദൈവത്തോട് പറഞ്ഞിട്ടാണല്ലോ കിടന്ന് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എന്തുവാണെന്നുള്ളത് എനിക്ക് എടുത്തു തരണമെന്ന്. അപ്പം ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ പേജ് നമ്പേഴ്സ് നോക്കിയിട്ട് അതിനകത്ത് കുറച്ച് മാച്ച് ദ ഫോളോയിങ്സും അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു 19 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ അത് നോക്കി എന്നിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. അന്നേരം നമ്മുടെ സമയത്ത് ഒരു ഓജോ ബോർഡിന്റെ സമയമായിരുന്നു. അപ്പൊ അത് ചില പിള്ളേർ ഇരുന്ന് നിരത്തിയിട്ട് അവർ പറഞ്ഞു അതൊന്നും വരത്തില്ല, ഇതൊക്കെയാ വരാൻ പോകുന്നത്. അവർ കുറെ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചു. അപ്പൊ എൻ്റെ ക്ലാസ്സിൽ ഒരു പാസ്റ്റർ മോളുണ്ടായിരുന്നു, ക്രിസ്റ്റീന. അപ്പൊ ഇവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്താണെങ്കിലും ഇത് വരും, നീ പഠിച്ചോളാൻ പറഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പർ അവള് സി ആണല്ലോ, ഞാൻ ടി ആ, ഞാൻ ലാസ്റ്റാ വരുന്നത്. ആസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞോണ്ട് അവൾ എന്നെ തിരിഞ്ഞൊരു നോക്കി. ഫൈനൽ എക്സാമാ, ബോർഡ് എക്സാമാ 10th. അപ്പൊ അവള് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് ഒന്ന് പേടി, കർത്താവ് ഇതാണോ അതോ അല്ലയോ എന്തോ ആണെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് ജയിക്കാനുള്ളത് ദൈവം അതിനകത്ത് തന്നു. അപ്പം ഞാൻ പറയാം, നമ്മുടെ കൊച്ചു വിശ്വാസങ്ങൾ എനിക്കറിയാം, എൻ്റെ കൃപയുടെ കൂടുതലോ എൻ്റെ കഴിവിൻ്റെ കൂടുതലോ എൻ്റെ വിശുദ്ധിയുടെ കൂടുതലോ ഒന്നും അല്ല അത്. പക്ഷെ എൻ്റെ അന്നേരത്തെ ആക്ഷൻ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ നമ്മൾ റെഡി ആയപ്പം ദൈവം അവിടെ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച്. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ആ ഒരു കൊച്ചു ആക്ഷനെ ദൈവം മാനിച്ചു. കാരണം വിശ്വാസം എന്നത് ആശിക്കത്തിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പൊ ഞാനത് കാണാതെ അങ്ങ് വിശ്വസിച്ച് ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന്. അതിനുവേണ്ടി ഞാനത് ചെയ്തത് ദൈവം അവിടെ മാനിച്ചു. ദൈവം എന്നെ 10ാം ക്ലാസ് കഴിപ്പിച്ചാണ്. നമ്മൾ വലിയ മിടുക്കരൊന്നും അല്ലായിരുന്നു പഠിക്കാൻ. എങ്ങനെയും കർത്താവെ 10th ജയിപ്പിക്കണേ എന്ന് പറഞ്ഞ് 10th ജയിച്ചു. +1 +2 ആയപ്പം ഞാൻ സ്പോർട്സിൽ ഇച്ചിരി ആക്റ്റീവ് ആയിരുന്നു. എനിക്ക് ക്രിക്കറ്റ്, ബാസ്കറ്റ് അങ്ങനെ പല കാര്യത്തിനകത്ത് ഞാൻ ഇൻവോൾവ് ആയിരുന്നു. അന്നേരം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. ഞാൻ 6th പഠിക്കുമ്പം എനിക്ക് കേരള സ്റ്റേറ്റിൽ ബാസ്കറ്റ് സെലക്ഷന് വേണ്ടിയിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പക്ഷെ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പപ്പ പറഞ്ഞു പോവണ്ട, പാലക്കാട് വെച്ചിട്ടായത്. എനിക്കന്ന് പപ്പായോട് സങ്കടമാണോ ദേഷ്യമാണോ എനിക്കറിയത്തില്ല. അന്ന് എനിക്ക് എന്തോ വന്നേന്നുള്ളത്. കാരണം കേരള സ്റ്റേറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി ടീമിൽ കിട്ടുക എന്ന് പറയാം. അപ്പം അത്രയും നാൾ ഞാൻ മലപ്പുറം ജില്ലാ ടീം മെമ്പർ ആയിരുന്നു. അപ്പം അത് സെലക്ഷൻ കേരള ടീമിലേക്ക് കിട്ടാൻ ഒന്ന് ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് തന്നെ പറയുന്നത് ഭയങ്കര ഒരു അപൂർവം എന്നാ റയർ ഒരു കാര്യമാണ്. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പക്ഷെ അത് കഴിഞ്ഞപ്പം ഒരു മിനി ഗെയിംസ് എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ ഒരു ഗെയിം വന്നപ്പം മലപ്പുറത്തിൻ്റെ ഫ്ലാഗ് പിടിച്ച് മുന്നിൽ നിൽക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അപ്പം എൻ്റെ ആ വിഷമം അങ്ങ് പോയി. മറ്റേടത്ത് പോയാലും ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും, എന്തേലും ആട്ടെ, ഞാൻ ടി വിയിലൊക്കെ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞൊരു സന്തോഷമായിരുന്നു. പക്ഷെ പപ്പ എപ്പോഴും പറയുന്നൊരു മോനെ, ആരാധന മുടക്കരുത്. ഞായറാഴ്ച ആരാധന ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പക്ഷെ ഞാൻ പപ്പ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്, കർത്താവേ, എൻ്റെ മാതാപിതാക്കളോ എൻ്റെ സഹോദരങ്ങളോ എനിക്ക് വേണ്ടപ്പെട്ടവരാരും ശനിയാഴ്ച മടിക്കല്ലേ കർത്താവേ എന്ന്. കാരണം അങ്ങനെ പോലും ഞായറാഴ്ച ട്രാവൽ ചെയ്യാനോ അവിടെ ഒന്ന് പോവാനോ ഇടയാക്കല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥന പപ്പായ്ക്കുണ്ടായിരുന്നു. എൻ്റെ പപ്പയുടെ വീട്ടിൽ 5 ആൺപിള്ളേരാണ്. ആ 5 ആൺപിള്ളേരിൽ മൂത്ത ബ്രദറിൻ്റെ മൂത്ത മോളുടെ കല്യാണം വന്നപ്പം സൺഡേ ആയിരുന്നു. പപ്പ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞായറാഴ്ച ആരാധന മുടക്കിയിട്ട് എന്നാൽ ഇത് വെറും പറച്ചിലല്ല, പപ്പയുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടൊരു കാര്യം. അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണ്. സൺഡേ വർഷിപ്പ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അന്നേരം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം. ഞങ്ങളുടെ ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവനാണ്. അവർ അമേരിക്കക്കാരാണ്, അമേരിക്കയിൽ നിന്ന് വന്നതാണ് കല്യാണം കൂടാൻ വേണ്ടിയിട്ടുള്ള. പക്ഷെ അന്ന് ആ ചർച്ചിൽ ആ പാസ്റ്ററിന് നേരത്തെ മീറ്റിംഗ് നിർത്തണമായിരുന്നു, യൂത്ത് മീറ്റിംഗ് കാരണം.
പിന്നെ അതേപോലെ തന്നെ എന്തോ ഒരു സാഹചര്യം കാരണം 11 മണിയായപ്പോൾ, നേരത്തെ ആരാധന തുടങ്ങി, 11 മണിയായപ്പോൾ ആരാധന നിർത്തി. അവിടുന്ന് ഞങ്ങൾ ചിങ്ങവനത്ത് പോയി കല്യാണം, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ഫോട്ടോയ്ക്കകത്ത് ഞങ്ങൾ കല്യാണത്തിന് കൂടിയിട്ടുണ്ട് അവിടെ. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ പിന്നത്തേതിലൊരു കല്യാണ കുടുംബത്തിൽ വരുമ്പോൾ പറയും ഞായറാഴ്ച വെച്ചാൽ തോമസുട്ടിക്ക് വരത്തില്ല, അതുകൊണ്ട് നമുക്ക് ഞായറാഴ്ച മാറ്റി വെക്കണം. ആ ഇമ്പോർട്ടൻസ് ഞാൻ പിന്നെ എക്സ്പീരിയൻസ് ചെയ്തത് എൻ്റെ ബ്രദർ 9th പഠിക്കുമ്പോൾ അവൻ്റെ കൈ ഒടിഞ്ഞു ബാസ്കറ്റ്ബോൾ കളിക്കുന്ന സമയത്ത്, എൻ്റെ മൂത്ത ബ്രദറിൻ്റെ. അന്നേരം അൽഷിൽഫ ഹോസ്പിറ്റലിൽ പെരിന്തൽമണ്ണയിൽ അഡ്മിറ്റഡ് എൻ്റെ ബ്രദർ. എൻ്റെ മമ്മി അന്നേരം ബ്രദറിൻ്റെ കൂടെയുണ്ട്. ഒരു ഞായറാഴ്ച, അതായത് ചെറിയ സർജറി ഒന്നുമല്ല, 2 ബോണും കൈയുടെ ഒടിഞ്ഞ് ഹിപ്പിൽ നിന്ന് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് 5 സർജറി കഴിഞ്ഞിരിക്കുന്ന ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറി ആയിരുന്നു. ആ സമയത്ത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നെയാണ് മമ്മി ആ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് അതിനടുത്തുള്ള ഏതോ ഒരു ചർച്ചിൽ മമ്മി ഞായറാഴ്ച ആരാധനയ്ക്ക് പോയി. കാരണം അന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം ഞാനിപ്പോൾ ഓർക്കുന്നതേ എനിക്കൊരു കൊച്ചിന് തുമ്മലോ ചീറ്റലോ വന്നാൽ പോലും ഞാൻ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അത്രയും ചെയ്തെന്ന് വരത്തില്ല, പക്ഷെ ഇപ്പം ഞാൻ ചിലപ്പോൾ ചെയ്യും. കാരണം അന്നത്തെ ഞാൻ കണ്ടത് കൊണ്ട്, ആ ഞായറാഴ്ചത്തെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ഇപ്പോഴും ഞങ്ങളും പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും ഓർക്കും ഞായറാഴ്ചയാ വേണ്ട. അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ സെറ്റ് ചെയ്യുമ്പം ഇത് ട്രാവലിനകത്താണോ സൺഡേ നമുക്കത് ക്യാൻസൽ ചെയ്യാം. കാരണം അതിൻ്റെ ഞായറാഴ്ചക്കകത്തൊന്നുമില്ല, പക്ഷെ ആരാധന, ദൈവം തരുന്ന നന്മ, ദൈവം തരുന്ന സമയം, ദൈവം തന്നത് കൊണ്ടല്ലേ നമ്മൾ ഓടുന്നേ. അപ്പോൾ ഒരു ദിവസം കർത്താവിന് വേണ്ടി, ഒത്തിരി ദിവസമൊന്നുമില്ല, 2-3 മണിക്കൂറേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ പ്രയോറിറ്റി വലുതാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവം എന്ത് ചെയ്തു, സഹായിച്ചു. പിന്നെ ഉള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞ വലിയ മിടിക്കൊന്നുമല്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കും കർത്താവേ എങ്ങനെയും +2 ജയിക്കണം, എങ്ങനെയും +2 ജയിക്കണം, എങ്ങനെയും +2 ജയിക്കണം. അപ്പം എനിക്ക് എൻ്റെ ആഗ്രഹം ഒന്നും ഞാൻ IPS ആവണം. കാരണം ഞാൻ ഭയങ്കര സ്മാർട്ടായിരുന്നു. സ്മാർട്ടെന്ന് പറഞ്ഞാൽ ബുദ്ധിയിലല്ല, എനിക്ക് ഒരു നാണവും ഇല്ല, ഭയങ്കര ധൈര്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ IPS ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി കളിക്കണം. ഈ 2 കാര്യമുള്ളായിരുന്നു എൻ്റെ തലയിൽ. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദേവദാസൻ വന്നിട്ട് പറഞ്ഞു, മോളെ ദൈവം നിന്നെ മെഡിക്കൽ ഫീൽഡിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഈ പാസ്റ്ററിന് അറിയത്തില്ല എൻ്റെ തലയിൽ ഇരിക്കുന്ന എന്താണെന്നുള്ളതൊന്നും. ആ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ +2 ഓക്കെ, മെഡിക്കൽ ഫീൽഡെങ്കിൽ മെഡിക്കൽ ഫീൽഡ്, അപ്പം പിന്നെ എന്തുവാ നഴ്സിങ്. കാരണം നമ്മുടെ അന്നത്തെ സാഹചര്യമൊക്കെ അനുസരിച്ച് അങ്ങനെയാണല്ലോ. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു, നമുക്ക് പഠിക്കണം, എത്രയും പഠിക്കാവോ അത്രയും പഠിക്കണം. കാരണം സ്കൂളിലൊക്കെ ഫാൻസി ഡ്രസ്സിൻ്റെ സമയത്ത് ഞങ്ങൾ എല്ലാ ആക്ടിവിറ്റിക്കകത്ത് ഇൻക്ലൂഡ് ആയിരുന്നു, സ്പോർട്സിലും ആർട്സിലും. കാരണം നമുക്കറിയാം അനേക ദേവദാസന്മാർക്ക് കുഞ്ഞുങ്ങൾക്കൊന്നും ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ മലപ്പുറത്തായിരുന്നത് കൊണ്ടും നമ്മൾ പുതിയ പുതിയ വേലസ്ഥലങ്ങളായിരുന്നുകൊണ്ടും നമ്മളെ ജഡ്ജ് ചെയ്യാൻ ഒത്തിരി പേരില്ലായിരുന്നത് കൊണ്ടും ഞങ്ങൾക്കൊരു നല്ലൊരു ചൈൽഡ്ഹുഡ് ദൈവം ഞങ്ങൾക്ക് തന്നു. ഭയങ്കര ഫ്രീഡം ആയിരുന്നു ഞങ്ങളുടെ ഭവനത്തിനകത്ത്. കാരണം പപ്പായും 82, 83 എങ്ങാണ്ട് രക്ഷിക്കപ്പെട്ട് വന്നത്. പപ്പായുടെയും അത്രയും വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയാൻ ഇല്ല. അപ്പം എൻ്റെ ബ്രദർ വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും ഇട്ട് ഫാൻസി ഡ്രസ്സിന് പാസ്റ്ററായിട്ടാണ് ബൈബിളൊക്കെ പിടിച്ചോണ്ടാ പോകുന്നത്. അപ്പം ഞങ്ങളെ കളിയാക്കുമായിരുന്നു, നിങ്ങളൊക്കെ പഠിച്ചില്ലേലും എന്താ, നിങ്ങൾക്കൊക്കെ ഉപദേശിമാരാകാമല്ലോ, നീയൊക്കെ പഠിച്ചിട്ട് എന്തോ എടുക്കാനാ. ചെറിയ സ്കൂളിലൊന്നുമല്ല, അവിടുത്തെ നല്ല നല്ല സ്കൂളിലൊക്കെ തന്നെ ഞങ്ങൾക്ക് പഠിക്കാൻ ദൈവം ഭാഗ്യം തന്നത്. അപ്പം ഞങ്ങളുടെ അകത്തൊരു ഇതുണ്ടായിരുന്നു, ഒന്നിനും കൊള്ളാത്തവരല്ല ഉദ്ദേശിമാര്, വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല ഉദ്ദേശിമാര്. അവരെന്ന് പറയുമ്പോൾ ദൈവം അവർക്ക് കൊടുത്ത് നമുക്ക് എത്രയും പഠിക്കണം അത്രയും പഠിച്ചേച്ച് പിന്നെ സുവിശേഷ വേല ചെയ്യണം. അത് ദൈവം വിളിക്കുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യണം. പക്ഷെ അകത്ത് ദർശനം കിടപ്പുണ്ട്, ഇതാണ് ഏറ്റവും വലിയ സംഭവം എന്നുള്ളത്. അങ്ങനെ നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ നഴ്സിങ്ങിന് +2 പാസ്സായ ദൈവം സഹായിച്ച് നഴ്സിങ്ങിന് ഫസ്റ്റ് ഇയർ ചെന്നപ്പം ഇത് നമ്മളെ കൊണ്ട് താങ്ങത്തില്ലെന്ന് മനസ്സിലായി. ഞാൻ എൻ്റെ മൂത്ത ബ്രദറിനെ വിളിച്ചു, വെച്ചിട്ടാണ് അച്ചാച്ചാ പപ്പാടെ കാശ് പോകത്തേ ഉള്ളൂ, എനിക്കിത് പഠിക്കാൻ പറ്റത്തില്ല. അപ്പം അച്ചാച്ചൻ മറ്റേ സൈഡിൽ നിന്ന്, ഇനി 10ാം ക്ലാസ് ജയിച്ചത് എങ്ങനെയാ, അങ്ങനെ കർത്താവ് ജയിപ്പിച്ചു. നീ +2 ജയിച്ചത് എങ്ങനെയാ, കർത്താവ് ജയിപ്പിച്ചു. എന്നാൽ ഇതും ദൈവം ജയിപ്പിക്കും. അപ്പം അങ്ങനെ ആ ഒരു സപ്പോർട്ട് ഈച്ചത്, കർത്താവ് നടത്തുമെന്നുള്ള ധൈര്യം വേറെ ഒന്നും നമുക്കില്ല. ഞാൻ 2-3 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. കാരണം അസൈൻമെന്റ് എഴുതിയും പഠിക്കുന്നു എല്ലാം കയറണ്ടേ അകത്തോട്ട്. ഞാൻ കരഞ്ഞ് 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 ഞാൻ പറയും, കർത്താപ്പച്ചാ എനിക്ക് അത്യാവശ്യത പരീക്ഷ മാത്രം എഴുതിയത് ജയിച്ചാൽ മതി, ബാക്കിയൊക്കെ ഞാൻ എങ്ങനെയും ചെയ്താലോ. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, കർത്താവേ എനിക്ക് നല്ല ബുദ്ധിയുള്ള ഒരു ഭർത്താവിനെ തരണേ, മിനിമം ഒരു MBA-കാരനെങ്കിലും തരണേ. കാരണം ഞാൻ എൻ്റെ കൊച്ചുങ്ങൾക്ക് ബുദ്ധിയുള്ളൂ വല്ല പറഞ്ഞു കൊടുക്കാൻ. കാരണം എനിക്കറിയാം എൻ്റെ ബുദ്ധി എന്താണെന്നുള്ളത്. കർത്താവ് കാണിച്ച് ഞാൻ 10ാം ക്ലാസ് ജയിച്ചു, ദൈവരൂപയാ ഞാൻ +2 ജയിച്ചു. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മിനിമം ഒരു MBA-കാരനെങ്കിലും എനിക്ക് തരണേ.
പക്ഷെ എൻ്റെ ചൈൽഡ്ഹുഡ് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ദൈവമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഞാനും ദൈവമായിട്ടൊരു ഭയങ്കര, എൻ്റെ വിശുദ്ധിയുടെ കൂടുതലൊന്നുമല്ല, പക്ഷേ അന്ന് എൻ്റെ കൊച്ചുകാലത്ത് അതിനെ അതിജീവിക്കാൻ ദൈവം എനിക്ക് തന്നൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അവരൊക്കെ ചോദിക്കും, നിനക്ക് ലൈൻ ഉണ്ടോ, ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇത്ര ഓപ്പൺ ആയിട്ട് പറയുന്നത്, എനിക്കറിയാം അനേക കുഞ്ഞുങ്ങൾ ഇങ്ങനെ പോകുന്നവരുണ്ട്. അപ്പൊ എൻ്റെ പപ്പായും മമ്മിയും എൻ്റെ അടുത്ത് ഒത്തിരി ഓപ്പൺ ആയിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് മാത്രമല്ല, എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് അതിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു, എല്ലാം വീട്ടിൽ വന്ന് ഷെയർ ചെയ്യാനും പറയാനും ഒക്കെ. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ പപ്പായുടെ മമ്മിയുടെ നാട് ഞാൻ പറഞ്ഞല്ലോ നാട്ടില, ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയിലോ തൃശ്ശൂരിന് ഇപ്പുറത്തോട്ടോ ഒന്നും ആരും ഇല്ല, ബന്ധക്കാരെന്ന് പറയാൻ ആരും ഇല്ല. അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയും, ഓ ഇവിടെ ഒക്കെ നോക്കിയിട്ട് എന്തോ എടുക്കാൻ, ഞാൻ ഇവിടെ നിന്നും ആരെയും കെട്ടാൻ പോകുന്നില്ല, ഞങ്ങൾ അങ്ങ് തിരുവല്ലായും കോട്ടയത്തും നോക്കിയേ കെട്ടത്തുള്ളൂ. അപ്പൊ കൊച്ചിലെ മുതലേ ഇവിടെ ഒന്നും ആരും ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റായി. പിന്നെ ഒരു 6ാം ക്ലാസ് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ചെറുക്കനുണ്ട്, പുള്ളി അങ്ങ് ലണ്ടനില, 3 ആൺപിള്ളേരുള്ള വീട്ടിലെയാ. അപ്പൊ ഞാൻ ഇങ്ങനെ അങ്ങ് പറയുമ്പോൾ എൻ്റെ മമ്മി പറയും, നീ മാറ്റി പറയരുത്, ഇത് തന്നെ ഓർത്തോണം, നീ എന്തുവാ പറയുന്നില്ല, ഇവരെല്ലാം കണ്ടുപിടിക്കുമെന്ന് പറയും. അപ്പൊ ഞാൻ ഇങ്ങനെ പേര് ചോദിച്ചാൽ പേരൊന്നും പറയാനില്ലാത്തോണ്ട് ഞാൻ പറയും, പേര് ഞാൻ പറയത്തില്ല, അങ്ങ് നാട്ടിലുള്ളതാ, 3 ആൺപിള്ളേരാ, അവര് ഫാമിലി ആയിട്ട് ഇപ്പൊ ലണ്ടനില, അങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടു. അപ്പൊ ഞാൻ 10ാം ക്ലാസ് കഴിയുമ്പോഴും പിള്ളേർ ഇപ്പോഴും എൻ്റെ ഇരട്ടപ്പേര് ലണ്ടൻ, അങ്ങനെ ഒരു പേരുണ്ടല്ലോ ഇരട്ടപ്പേരെന്ന് പറയുന്നത്, ഈ രണ്ടാമത് വിളിക്കുന്ന ഒരു പേര്. അപ്പൊ ഈ 10ാം ക്ലാസ്സിലും 12ലും എൻ്റെ നഴ്സിംഗിലും ഒക്കെ എൻ്റെ ബോയ് ഫ്രണ്ട് ലണ്ടൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ ലണ്ടനിൽ ആരോ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ദൈവത്തോട് പറയായിരുന്നു, കർത്താവേ, എനിക്ക് എനിക്ക് ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ വേണം, കാരണം എൻ്റെ കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഒരു ചെറുക്കനെ കാണത്തുള്ളൂ. നിങ്ങളൊക്കെ ഓർക്കും ഞാൻ ഇത്രയും കൊച്ചിലെ എങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന്. ഞാനൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ് മുതൽ ഞാൻ എൻ്റെ ഭാവി ഭർത്താവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം അത് എൻ്റെ മമ്മിയുടെ നിന്ന് എനിക്ക് കിട്ടിയതാ. എൻ്റെ മമ്മി പറയുമായിരുന്നു, മമ്മി കൊച്ചിലെ മുതലേ മമ്മി പ്രാർത്ഥിക്കുമായിരുന്നു എന്നുള്ളത്. അപ്പം ആരാ ഏതാണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ എൻ്റെ പപ്പായും മമ്മിയും ഭയങ്കര യൂണിറ്റി ആയിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. എൻ്റെ പപ്പായെ പോലെ ഒരു ഭർത്താവിനെ കിട്ടണേ, അങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കാരണം ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരുന്നു അവർ തമ്മിൽ ഫാമിലി ലൈഫിനകത്ത്. ഞങ്ങളത് കണ്ട് വളർന്ന ആൾക്കാരായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ നഴ്സിംഗിന്റെ സമയത്താണ് എൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അവർ തന്നെ ഒരു കേക്കൊക്കെ കൊണ്ടുവന്ന് മുറിച്ചു. അപ്പം ഞാൻ എത്തുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ, പക്ഷെ അതിനകത്തൊന്നും എനിക്ക് സങ്കടം വന്നിട്ടില്ല. കാരണം നമ്മുടെ നാട്ടിലെ വീട്ടിലെ സാഹചര്യം നമുക്കറിയാവുന്നതുകൊണ്ട് അതൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു. അങ്ങനെ ബർത്ത്ഡേ കഴിഞ്ഞെല്ലാം പോയി ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി, ഞാൻ കർത്താപ്പച്ച, എനിക്ക് ഇത്ര വയസ്സായി, എൻ്റെ പപ്പായുടെ കയ്യിൽ ഒന്നുമില്ല, നീ എല്ലാം അറിയുന്നു. ഞാൻ എല്ലാ ബർത്ത്ഡേക്കും ഞാൻ കരയും ദൈവസന്നിധിയിൽ. കാരണം എനിക്കറിയാം എൻ്റെ പപ്പായുടെ അവസ്ഥ എന്തുവാണെന്നുള്ളത്. കാരണം വിശ്വാസത്തോടെ മാത്രം, ആരെങ്കിലും കണ്ടാൽ ഞങ്ങൾക്ക് ഒരു കുറവുമില്ല കേട്ടോ. കാരണം ഇപ്പം ചർച്ചിലെ വിശ്വാസികളൊക്കെ ആണെങ്കിലും, പാസ്റ്ററെ ഒരു 5000 രൂപയുണ്ടോ പാസ്റ്ററെ എന്ന് ചോദിച്ചോണ്ട് പറയും, നോക്കട്ടെ എന്ന് പറഞ്ഞ് വെക്കും. എന്നിട്ട് അടുത്ത ഒരാളെ വിളിക്കും, എന്നിട്ട് പറയും, ജോണിച്ചായ കാശുണ്ടോ കയ്യിൽ, ഇന്നടുത്ത് കാശുണ്ടോ, ഒരു 5000 രൂപ തരാൻ, അതിനെ ഒരാഴ്ചക്കുള്ളിൽ ഇങ്ങ് തന്നേക്കാം. ഫോൺ വെച്ചേച്ച് നമ്മുടെ വിശ്വാസി വിളിച്ചിട്ട് ആ വൈകുന്നേരം വന്നാൽ മതി തരാൻ കേട്ടോ, ഇവരവർക്ക് പാസ്റ്റർ ബാഗിൽ നിന്ന് പോയി എടുത്തോണ്ട് വന്ന് കൊടുത്താണെന്ന്. പക്ഷേ നമുക്കൊന്നിനും കുറവില്ലാതെ ദൈവം എന്ത് ചെയ്തു, ആൾക്കാരുടെ മുമ്പിൽ ഒന്നും ഇല്ലെങ്കിലും എല്ലാം ഉള്ളവരെ പോലെയും, എല്ലാം ഉണ്ടെങ്കിലും ഒന്നും ഇല്ലാത്തവരെ പോലെയും, പക്ഷെ ആ ഒരു ജീവിതത്തിൽ ദൈവം നമ്മളെ നടത്തി. കുഴപ്പമൊന്നുമില്ലായിരുന്നു, എന്നാൽ മൊത്തം കുഴപ്പമായിരുന്നു. ഞങ്ങളുടെ പപ്പായ്ക്ക് ഒത്തിരി കടം ഉണ്ടായിരുന്നു. ഈ കടം വന്നതെല്ലാം ഹോള് വാങ്ങിക്കുന്നതും ചർച്ച് ബിൽഡ് ചെയ്യുന്നതും കൺവെൻഷൻ നടത്തുന്നതും. അപ്പൊ ഞങ്ങൾ ഈ പറയുമ്പോൾ ഞങ്ങൾ ഈ വാടക വീട്ടില, നമുക്ക് സ്വത്തോ സമ്പത്തോ ഒന്നുമില്ല, പക്ഷെ നമുക്കെല്ലാം കർത്താവ് എങ്ങനെ ഞങ്ങളെ മുന്നോട്ട് നടത്തണം പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു കാര്യം കൂടെ പറയാം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ അയലൊക്കത്തൊരു ഒരു ചർച്ച്, നമ്മുടെ വിശ്വാസ സമൂഹത്തിന്റെ ഒരു സമൂഹത്തിലുള്ള ഒരാൾക്കാരുടെ വീട്ടിൽ ഒരു കുടിലാത്. അപ്പൊ അതിനകത്ത് 3 പിള്ളേരൊക്കെ ഉണ്ട്. അപ്പം ഒരു ദിവസം പപ്പ വിളിച്ച് പറയുന്നത് കേട്ടു, ഞാൻ 2 ലോഡ് കരിങ്കല്ല് ഇറക്കിയിട്ടുണ്ട്, അടിത്തറ കെട്ടി തുടങ്ങിക്കോ, ബാക്കി ദൈവം നടത്തും, ആരെ കൊണ്ടേലൊക്കെ ചെയ്യിക്കും. അപ്പൊ ഞാൻ പപ്പായോട് ചോദിച്ചു, നമുക്ക് എന്നാ പപ്പ ഒരു അടിത്തറ കെട്ടുന്നതാണ്, ഈ വീട് മാറി വീട് മാറി വീട് മാറി നമ്മൾ മടുക്കും, പല സാധനങ്ങൾ എവിടെയാണെന്ന് അറിയത്തില്ല, എങ്ങോട്ടാ വെച്ചേന്ന് അറിയത്തില്ല, പല സാധനങ്ങളും നഷ്ടപ്പെട്ടു പോകും. ഞാൻ നഴ്സിംഗ് പഠിച്ച് 4 വർഷം അവധിക്ക് വന്ന 4 വീട്ടിലോട്ടാ. ഓരോ പ്രാവശ്യം വരുമ്പോൾ പറയാം, എന്നെ വന്ന് കൊണ്ടുപോകണം, എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല. ആ ഒരു ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും, എടി നീ പണ്ട് അവിടെ അല്ലായിരുന്നു താമസിച്ച്, ഇപ്പൊ നീ എങ്ങനെ ഇവിടെ താമസിക്കുന്ന, ആ ഒരു ഇതൊക്കെയായിരുന്നു. അപ്പം ഞാൻ അന്നേരം പ്രാർത്ഥിക്കായിരുന്നു, കർത്താവ് എൻ്റെ കല്യാണത്തിന് എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നീ എന്നെ സഹായിക്കണേ. അത്രയും ഞാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് എൻ്റെ കല്യാണത്തിന് എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ദൈവം എന്നെ സഹായിക്കണേ. അങ്ങനെ നഴ്സിംഗിന്റെ 4ാം വർഷം കഴിഞ്ഞു. ഫസ്റ്റ് ഇയറിൽ 4 വർഷം കഴിഞ്ഞു. ഫസ്റ്റ് ഇയറിന് ഞാൻ എക്സാമിന്റെ സമയത്ത് എൻ്റെ സൈക്കോളജി എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും പേപ്പർ വാങ്ങിച്ച് എഴുതുന്നുണ്ട്, എനിക്കിതിന് മാത്രം ഒന്നും എഴുതാനുമില്ല.
അപ്പൊ ഈ യൂണിവേഴ്സിറ്റി റൂളാണ്, നമ്മളൊരു ആൻസർ എഴുതി കഴിഞ്ഞാൽ സ്ഥലം വിടരുത്. സ്ഥലം അടുത്ത് നമ്മൾ പേപ്പറിലോട്ട് എഴുതണം, അവിടെ ഇങ്ങനെ ലൈൻ ഇടണം. അങ്ങതാണ് നമ്മുടെ റൂള്. കാരണം അവിടെ ഒന്നും എഴുതാതിരിക്കാൻ പാടത്തില്ലെന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ സൈക്കോളജിയുടെ എക്സാം ഓരോ ആൻസർ എനിക്ക് അറിയാവുന്ന എഴുതിയിട്ട് സ്ഥലം വിട്ടു, ആൻസർ എഴുതിയിട്ട് സ്ഥലം വിട്ടു. എന്നിട്ട് എനിക്കറിയാം ഞാൻ റൂളിന് എഗെയിൻസ്റ്റാ ചെയ്യുന്നതെന്ന്. പക്ഷെ എനിക്ക് പറ്റത്തില്ല. ഞാൻ എന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവ്, ഞാൻ 2 ഓപ്ഷൻ കർത്താവിന് കൊടുത്തു. കർത്താവ്, ഒന്നെങ്കിൽ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ നീ അവിടെ എന്തേലും എഴുതി ചേർക്കണം, ഇല്ലെങ്കിൽ ടീച്ചർ എവാലുവേഷൻ ചെയ്യുമ്പോൾ അവിടെ എന്തേലും ഉള്ളതായിട്ട് കാണിക്കണം. ഞാൻ 2 ഓപ്ഷൻ ദൈവത്തിന് കൊടുത്തു. ഇപ്പൊ എനിക്കറിയാം അതൊക്കെ പൊട്ടത്തരമാണെന്നുള്ളത്. പക്ഷെ ഞാൻ എന്നിട്ട് അന്ന് മുതൽ ഇവാലുവേഷൻ തീരുന്നിടം വരെ ഞാൻ ആ പേപ്പറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കർത്താവെ, കാരണം എൻ്റെ പപ്പ എപ്പോൾ വിളിക്കുമ്പോഴും ടീച്ചർ പറയും ഇവള് ജയിക്കത്തില്ല, ഇവള് തോക്കും. അന്നേരം പപ്പയ്ക്ക് അറിയാവുന്ന ഇച്ചിരി 3-4 ഇംഗ്ലീഷ് ഉണ്ട്. അന്നേരം പറയും, മാഡം ഡോണ്ട് വറി, ഐ ആം പ്രേയിങ് ഫോർ യു, ഐ ആം പ്രേയിങ് ഫോർ ദ കോളേജ്, അവള് ജയിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പപ്പ വിടും. അപ്പൊ എന്ന് പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പറയും ഇവള് ജയിക്കത്തില്ല, ഇങ്ങനെയാന്ന് പറയും, പപ്പായ്ക്ക് അന്നേരം പറയാനുള്ളൂ ഐ ആം പ്രേയിങ്, ഐ ആം പ്രേയിങ്, ഐ ആം പ്രേയിങ്. അന്നേരം ഈ ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് നീ അത്ഭുതം ചെയ്തേ പറ്റത്തുള്ളൂ, എനിക്ക് അരിയർ വേണ്ട, എനിക്ക് ഒരു പേപ്പർ ഇനി എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ ദേവദാസനെ റിസൾട്ട് വന്നപ്പം എനിക്ക് ദൈവം അതിന് നല്ല മാർക്ക്, അതിന് മാത്രമല്ല ഫുൾ ഫാക്കൽറ്റി നിന്നപ്പം എൻ്റെ പ്രിൻസിപ്പളിന് വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാൻ എങ്ങനെ എല്ലാ വിഷയത്തിനും പാസ്സായി വിത്ത് നല്ല മാർക്ക്. അതായത് 73% മാർക്ക് ഉണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഇയറിൽ. അന്നേരം ഞങ്ങളുടെ പ്രിൻസിപ്പൾ പറയാണ്, ടിങ്കു, ഗോഡ് ഹാഡ് ഹിയർ യുവർ ഫാദേഴ്സ് പ്രയർ. ആ ഫുൾ, കാരണം പുള്ളിക്കാരിക്കും അറിയാം ഇത് ആ പ്രാർത്ഥനയല്ലാതെ ഒരിക്കലും ഇത് എന്ത് ചെയ്യത്തില്ല, ഇത് ജയിക്കത്തില്ലെന്ന് പുള്ളിക്കാരിക്ക് അറിയാം. കാരണം പഠിക്കുന്ന പിള്ളേരെ 7 പേര് അരിയറായിട്ടിരിക്കുക. പക്ഷെ എനിക്ക് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. സെക്കൻഡ് ഇയറിൽ എനിക്ക് ഫസ്റ്റ് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. തേർഡ് ഇയറിലായിരുന്നപ്പം ഇതുപോലെ എനിക്ക് ഫോർത്ത് ഇയറിൽ ഞാൻ വന്നപ്പോൾ പ്രിൻസിപ്പൾ വിളിച്ചു, തേർഡ് ഇയറിൽ ഫസ്റ്റ് 10 റാങ്ക് ഉള്ളവർ വരാൻ പറഞ്ഞു, അവിടെ ജൂനിയേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ. അപ്പം ഞാനും ചേംബറിനകത്ത് നിൽക്കുന്നു. അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞു ഫസ്റ്റ് 10 റാങ്ക്. അപ്പൊ ഞാൻ പറഞ്ഞു യെസ് മാം, 10th റാങ്ക്, 10th റാങ്ക് എനിക്കുണ്ട്. എനിക്കും അതിശയം, ഇപ്പോഴും എനിക്കറിയത്തില്ല എനിക്ക് എങ്ങനെയാണ്. കാരണം ഞാൻ 10ാം ക്ലാസ് ജയിക്കണേ കർത്താവേ, +2 ജയിക്കണേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ആളാണ് ഞാൻ. പക്ഷെ ഓരോ വർഷം എൻ്റെ ഗ്രേഡിനെ ദൈവം കൂട്ടി കൊണ്ടുവന്നു. അങ്ങനെ തേർഡ് ഇയർ ആയപ്പോൾ എനിക്ക് 10th ഗ്രേഡിനകത്ത് വന്നു. ഫോർത്ത് ഇയർ ആയപ്പം എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ, അതായത് എൻ്റെ കോളേജിലെ 7th റാങ്ക് ദൈവം എനിക്ക് തന്നു. അതായത് ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും എല്ലാം ഞങ്ങളുടെ ക്ലാസ്സിലുള്ളവരാ. അന്ന് പറയുമ്പോൾ എനിക്കൊരു 10th റാങ്ക് യൂണിവേഴ്സിറ്റിക്കകത്ത് ദൈവം എൻ്റെ ഫോർത്ത് ഇയർ ആയപ്പോൾ എനിക്ക് തന്നത്. എങ്ങനെയാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, കർത്താവ് മാത്രം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് ഞാൻ 2013 ഞാനൊരു ദിവസം ഞാനൊരു ദിവസം കിടന്നുറങ്ങിയപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഞാൻ ഡയറിക്കകത്ത് എഴുതി വെച്ചു. പിന്നെ ഞാൻ അതങ്ങ് മറന്നുപോയി. പിറ്റേ ദിവസം കണ്ട് ഞാൻ മമ്മിയെ വിളിച്ച് പറഞ്ഞു, മമ്മി ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, ഒരു ചെറുക്കനെയാണ് കണ്ടത്, പേരിന്നതാണ്, ഇങ്ങനെയൊക്കെ ഇരിക്കും. മമ്മി പറയും നീ വല്ലതൊക്കെ ചിന്തിച്ചിട്ട് കിടന്നിട്ടായിരിക്കും. ഞാൻ പറഞ്ഞു അല്ല മമ്മി, സത്യമായിട്ട് ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു പേരും ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ഞാൻ മമ്മിയോട് പറഞ്ഞു. പിന്നെ അതങ്ങ് വിട്ടു. ഒരു വർഷത്തിന് ശേഷം എനിക്കൊരു പ്രപ്പോസൽ വന്നു. ആ പ്രപ്പോസൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഓ ഇതല്ല, കാരണം പേരതല്ല, ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ദൈവം എന്നെ സ്വപ്നത്തിൽ കാണിച്ചാണെന്ന് എനിക്ക് മനസ്സിലായായിരുന്നു. പക്ഷെ എല്ലാവരുടെ നിർബന്ധപ്രകാരം ജസ്റ്റ് ഒന്ന് പോയി കാണുന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് പറയാതെ ഞാൻ ഒരു ചെറുക്കനെ കാണത്തുള്ളൂ, കർത്താവെ ദൈവീതാണെങ്കിൽ മാത്രം എന്നെ അങ്ങോട്ട് വിടാവുള്ളൂ. അപ്പൊ ഞാൻ ഇൻഡോറിൽ ബോംബെ ഹോസ്പിറ്റലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ബോംബെ ഹോസ്പിറ്റൽ മുംബൈയുടെ ഒരു ബ്രാഞ്ച് അവിടെ ഉള്ളത്, മധ്യപ്രദേശിൽ, ബോംബെ ഹോസ്പിറ്റൽ ഇൻഡോറിൽ. അപ്പൊ അവിടുന്ന് ഞാൻ ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂരിൽ നിന്ന് ബോംബെയിലേക്ക് വരാൻ തീരുമാനിച്ചു. ഞാനും ഇൻഡോറിൽ നിന്ന് ബോംബെയിലേക്ക് വന്ന് ഞങ്ങൾ തമ്മിലൊന്ന് കാണാൻ തീരുമാനിച്ചു. മനസ്സോടെ കർത്താവേ ദൈവീത അല്ലെങ്കിൽ എന്നെ വിടരുതേ. ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവസാന നിമിഷത്തിൽ ഞാൻ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വെരി സോറി, ഞാനൊരു കാര്യം പറയാം, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടായിരുന്നു. അതിനകത്ത് ചെറുക്കൻ്റെ പേര് ജോബി എന്നായിരുന്നു, ഇപ്പൊ വന്ന ആളുടെ പേര് ജിനു എന്നാ. അപ്പൊ ഞാൻ പറഞ്ഞു ജോബി എന്നായിരുന്നു ഞാൻ സ്വപ്നത്തിൽ കണ്ട ആളെ പേര്. കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു, ഇച്ചിരി ഹൈറ്റും വെയിറ്റും ഒക്കെ, എന്നാൽ വണ്ണം ഒക്കെ ഉണ്ട്. ഞാൻ കണ്ട ആൾക്ക് അതെല്ലാം ഉണ്ട്. പക്ഷെ ഇതിനകത്ത് നിന്നെല്ലാം വ്യത്യസ്തമായ ഒരാളെയാ ഇപ്പൊ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഞാനിത് പറഞ്ഞപ്പോൾ ആ പുള്ളി ഭയങ്കര റിലാക്സ് ആയിട്ട് ചേറയിലോട്ട് കൈയൊക്കെ വിരിച്ചങ്ങിരുന്നു. ഈ മനുഷ്യൻ എന്തോ പറ്റി, കാരണം നമ്മൾ അങ്ങനെ പറയുമ്പം പുള്ളിയും കഷ്ടപ്പെട്ട് വന്നതാണ് കാണാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഈ നേരെ ഓപ്പോസിറ്റ് ഉള്ള കാര്യം പറയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള റിയാക്ഷൻ. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഉണ്ടായപ്പം
എൻ്റെ മമ്മി എനിക്കിട്ട പേരാണ് ജോബി. അപ്പം ആ ജോബി എന്നുള്ള പേരാണ് സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് പുള്ളിക്കാരന് ഞാൻ സ്വപ്നം കണ്ട വർഷങ്ങളുടെ സമയത്തെ പിക്ചേഴ്സ് എന്നെ കാണിച്ചു. അന്ന് പറയുമ്പം പുള്ളി UK-യിലായിരുന്നു അന്നേരം. ആ, കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലേസർ സർജറി ചെയ്തതാണ്. ഇപ്പം ഞാൻ കണ്ടപ്പോൾ കണ്ണാടി ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി ഇപ്പോൾ ഡോക്ടർ റെഡ്ഡീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒത്തിരി മെലിഞ്ഞതാണ്. ഞാൻ കണ്ട സമയത്ത് പുള്ളിയുടെ പിക്ചേഴ്സ് കണ്ടപ്പം ഞാൻ കണ്ട അതേ വ്യക്തി. അപ്പൊ എനിക്ക് അന്നേരം 100% ഉറപ്പായിരുന്നു ഇത് തന്നെയാണ് എന്നുള്ളത്. ചെറുക്കൻ എസ് പറഞ്ഞോ നോ പറഞ്ഞോ എന്നൊന്നും ഞാൻ അന്നേരം നോക്കില്ല. എൻ്റെ മനസ്സിനകത്തോ ഇത് തന്നെ ചെറുക്കൻ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ദൈവം എന്നോട്, ഞാൻ പറഞ്ഞായിരുന്നു ദൈവത്തോട് കണ്ടീഷൻ വെച്ചായിരുന്നു. അതിനെക്കാട്ടും രസം ഇവര് 3 ആൺപിള്ളേരുള്ള വീട്ടിലെയാണ്. ഞാൻ പറഞ്ഞ പോലെ ലണ്ടൻ UK പണ്ട് പറഞ്ഞ് ആ ഒരു UK തന്നെയായി. അപ്പം എനിക്കത് ഭയങ്കര കൺഫോർമേഷൻ ആയിരുന്നു ഇത് തന്നെയാണെന്നുള്ളത്. അപ്പം അത് കഴിഞ്ഞ് വിളിച്ചു, കല്യാണം നടന്നു. പലരും ചോദിച്ചത് എങ്ങനെ ഈ കല്യാണം നടന്നു. എൻ്റെ മദർ ഇൻ ലോ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. മമ്മിയോട് ചോദിച്ചു ആര് കൊണ്ടുവന്ന ആലോചനയാ ഇതെന്നുള്ളത്. അപ്പം മമ്മി പറഞ്ഞ ആരാലോചന കൊണ്ടുവന്നാൽ ഈ കല്യാണം നടക്കത്തില്ലായിരുന്നു. മമ്മി 2 പ്രാവശ്യം, മമ്മിക്ക് ദൈവം ദർശനം കൊടുത്തന്നെ. എന്നെ മമ്മി 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം കണ്ടേ കണ്ടിട്ടുള്ളൂ ആകെ. അവര് കുവൈറ്റിലായിരുന്നു മമ്മി 40 years ആയിട്ട് അവിടെയായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം എൻ്റെ ഹസ്ബൻഡ് അവിടെയാണ് ബോൺ ആൻഡ് റേസ്ഡ്, കുവൈറ്റിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ പുള്ളിക്ക് ഒരു മലയാളിയേയും വേണ്ട, പ്രത്യേകിച്ച് ഒരു പാസ്റ്റർ മോളെയും വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് കൺഫേംഡ് ആയിരുന്നു ഇത് തന്നെയാണെന്നുള്ളത്. കാരണം ദൈവം എനിക്ക് കാണിച്ചു തന്നായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം 2014 ജാനുവരി 4-ാം തീയതി കഴിഞ്ഞു. ഒക്ടോബർ ആയപ്പത്തിന് ഞാൻ ബെൽജിയത്തിലോട്ട് വന്നു. ദൈവം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ തന്നു. അത് കഴിഞ്ഞ് ഈ ലാൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡ്രൈ സ്ഥലമാണ്. ആത്മീയത്തിൽ എല്ലാം ഉണ്ട്, എന്നാൽ ഇവിടെ നമുക്കൊന്ന് ഒരു ആരാധിക്കാൻ ഒരു സ്ഥലം. ഞങ്ങൾ പുറമേ നോക്കുമ്പോൾ ഒരു ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ചർച്ചിലൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. 8 വർഷം അവിടെ ഫുൾ ആക്റ്റീവ് ആയിരുന്നു. മൈക്ക് സിസ്റ്റത്തിനോ തൂക്കാനോ തുടയ്ക്കാനോ കോഫി എടുക്കാനോ നമ്മൾ എല്ലാത്തിനും ചർച്ചിനകത്ത് ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ അകത്ത് നമുക്കറിയാം ആ എംപ്റ്റിനെസ് എന്താണെന്നുള്ളത്. പക്ഷെ കുഴപ്പമില്ലാതെ ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പപ്പ ഞങ്ങളുടെ ബെൽജിയത്തിലേക്ക് വരുന്നത്. പപ്പ ഇവിടെ വന്ന് 3 മാസം അങ്ങ് പ്രാർത്ഥിച്ചു. പിന്നെ പപ്പായ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് ചർച്ച് പ്ലാന്റിങ് ആണല്ലോ. എവിടെ പോയാലും അവിടെയൊക്കെ സഭ ഉണ്ടാക്കുക എന്നുള്ളതാണ് ദൈവം പപ്പായ്ക്ക് കൊടുത്തിരിക്കുന്ന വിഷയം. ഇവിടെ വന്നിരുന്ന് പപ്പ പ്രാർത്ഥിച്ചു. പപ്പ പോയപ്പോൾ മുതൽ എൻ്റെ അകത്ത് ഇങ്ങോട്ട് കാണാൻ തുടങ്ങി. അതായത് എൻ്റെ അകത്ത് വന്നത് ഇങ്ങനെയാണ്. എനിക്കറിയാവുന്ന ഒരു മലയാളി ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു, 2 പിള്ളേരുള്ള മലയാളികൾ ഉണ്ട് ഇപ്പം. പക്ഷെ ഞങ്ങൾ 10 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ അത്ര മലയാളീസ് ഒന്നും ഇല്ല. അന്നേരം എൻ്റെ അകത്ത് എൻ്റെ കൊച്ചുങ്ങളെ സൺഡേ സ്കൂളിൽ പോകുന്നുണ്ട്. അവരൊരിടത്തും പോകുന്നില്ല എന്ന് എൻ്റെ അറിവ്. കാരണം ഇവിടെ ഇംഗ്ലീഷ് ചർച്ചസ് ഒക്കെ കുറവാണ്. ഞങ്ങളുടെ ഇവിടുത്തെ ഭാഷ ഡച്ചും ഫ്രഞ്ചുമാണ് ഈ രാജ്യത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ 3rd or 4th, അത് കഴിഞ്ഞ് ജർമ്മനാണ് വരുന്നത്, അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് വരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒത്തിരി, ഞങ്ങളൊരു ഇന്റർനാഷണൽ ലൂവൻ സിറ്റിക്കകത്താണ് താമസിക്കുന്ന, ഒരു യൂണിവേഴ്സിറ്റി ടൗണിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ഇച്ചിരിയും കൂടി ഇന്റർനാഷണൽസ് ഉണ്ട്. ബാക്കിയുള്ളടത്തോട്ട് വരുമ്പോൾ അത്രയും പോലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരില്ല. ഫ്രഞ്ചിലൊക്കെ ആണെങ്കിൽ അവർ ഇംഗ്ലീഷേ മിണ്ടത്തില്ല. അപ്പം അവരെവിടെയും പോകുന്നില്ല. അപ്പം എൻ്റെ അടുത്ത് കർത്താവേ, നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ചർച്ചിനകത്ത് എല്ലാ ദിവസവും ഞായറാഴ്ച മീറ്റിംഗ്, വെള്ളിയാഴ്ച മീറ്റിംഗ്, ശനിയാഴ്ച മീറ്റിംഗ് മൊത്തത്തിൽ വന്നിട്ട് നമ്മൾ വെളിയിൽ പോകുമ്പോൾ പലരും മറന്നു പോവുക കർത്താവിനെ, അല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡറി കൊടുക്കുക. മറന്നു പോയിട്ടല്ല, പ്രയോറിറ്റി വേറെയായി മാറുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളപ്പം ഈ ചർച്ച പോലും കാണാത്ത ഈ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താവും എന്നുള്ള എൻ്റെ അകത്ത് അങ്ങ് ആത്മഭാരം തുടങ്ങി. നമ്മുടെ കുഞ്ഞിലെ അകത്ത് കിടക്കുന്ന ഇതാണല്ലോ ഞായറാഴ്ച ദൈവം, ദൈവവേല, അത് കഴിഞ്ഞിട്ടേ ഉള്ളല്ലോ ബാക്കിയെല്ലാം. അങ്ങനെ അകത്തെ വിങ്ങലുകൾ ഇങ്ങനെ കിടന്നപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ഇടപെടാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നെ എഴുതി കാണിച്ചു, ഷൗട്ട് ദ ലോർഡ് എന്ന്. അപ്പൊ ഇതെന്തുവാ എങ്ങനെയാ? അപ്പൊ ചർച്ച് തുടങ്ങുന്ന കാര്യമൊക്കെ പറയുമ്പം എൻ്റെ ഹസ്ബൻഡിന്റെ കോളിംഗ് ഒക്കെ അപ്പൊ ഞാൻ പെണ്ണ് കാണാൻ സമയത്ത് ഒരു കാര്യം ചോദിച്ചായിരുന്നു, ഞാൻ സുവിശേഷ വേല ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? അന്നേരം പറഞ്ഞു, നീ എന്തോ വേണേലും ചെയ്ത് എനിക്കൊരു പ്രശ്നമില്ല. രണ്ടാമത് ഞാനൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ദൈവവേലയ്ക്ക് കോളിംഗ് ഉണ്ടോ? അന്നേരം പറഞ്ഞു, എനിക്കുണ്ട്, പക്ഷെ ഒരു പാസ്റ്റർ ഒന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഉണ്ടല്ലോ, കോളിംഗ് ഉണ്ടല്ലോ, അത് എന്നാണേലും ദൈവം വെളി കൊണ്ടുവന്നോളും, അതുകൊണ്ട് അത് പ്രശ്നമില്ല. ദൈവവിളി ഉണ്ടോ എന്ന് പുള്ളിക്ക് അത് അറിയായിരുന്നു, ദൈവവിളി ഉണ്ടെന്നുള്ളത് അറിയായിരുന്നു. നമുക്ക് ആ 2 കാര്യം, അത് എൻ്റെ പപ്പ എന്നോട് പറഞ്ഞത്. കാരണം എനിക്കൊന്ന് മമ്മി പപ്പായോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഞാൻ സുവിശേഷ വേല ചെയ്യുന്നത് നിങ്ങൾക്ക് എതിരാണ്. എനിക്ക് തോന്നുന്നു
ഈ മറിയാമ്മ തമ്പിയും മേരി കോവൂർ മന്നാകണ്ഠത്തിലൊക്കെ കഴിഞ്ഞാൽ എനിക്കൊന്ന് അതിനെക്കാട്ടിയൊക്കെ ഫ്രീഡത്തോടു കൂടി ആ ഒരു സമയത്ത് 1999 ഗൾഫിൽ തന്നെ സുവിശേഷ പ്രവർത്തനത്തിന് പോയ മീറ്റിങ്ങിന് പോയ ഒരാളാണ് എൻ്റെ മമ്മി. അന്നൊക്കെ തന്നെ സഹോദരിമാരെയൊക്കെ വിദേശത്ത് എനിക്ക് തോന്നുന്നു അന്നാൻറ്റിയും മറിയാമ്മ ആൻറ്റിയും ഒക്കെ പോയിട്ടുണ്ടാവത്തുള്ളൂ. ആ ഒരു ഇപ്പൊ പിന്നെ സഹോദരിമാരൊക്കെ മീറ്റിങ്ങിനൊക്കെ പോവാറുണ്ട്. അത്രയും ഫ്രീഡം, അതായത് സുവിശേഷ വേല ആണോ പെണ്ണോ ഇല്ല, വ്യക്തിപരമാണ്. അവനവന് ദൈവം ആത്മഭാരം തോന്നിച്ച ചെയ്തോണം. അപ്പൊ ആ ഒരു പപ്പ എന്നോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് ഞാൻ ചോദിച്ചു, അതിനെനിക്ക് സമ്മതവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഉള്ളിൽ ഇത് കിടന്ന് കർത്താവ് എങ്ങനെയാ അപ്പൊ 2020 ഡിസംബർ ആയപ്പം ഒരു പ്രെയർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഞങ്ങൾ പലയിടത്താണ്, ഒരാൾ തിരുവല്ലയിലാണെങ്കിൽ, ഒരാൾ റാന്നിയിൽ, ഒരാൾ പത്തനംതിട്ടയിൽ, ഒരാൾ അങ്ങ് കോഴിക്കോട്, അങ്ങനെ കിടക്കുന്ന ഈ രാജ്യത്തിന്റെ പല ഭാഗത്താ 3-4 പേരുള്ളവര് ഉള്ളത്. എല്ലാ ഞായറാഴ്ചയും കൂടി വരാൻ പറ്റത്തില്ല. നമുക്കൊരു സൂമില് പ്രെയർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. പ്രാർത്ഥിച്ച് ഞാൻ തുടങ്ങും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും അവസാന ആശീർവാദം പറഞ്ഞു നിർത്തും. ഇടയ്ക്ക് മെസ്സേജ് എല്ലാം ഞാൻ, കാരണം ഒന്നാമത് എൻ്റെ ഹസ്ബൻഡിന് ലാംഗ്വേജിന്റെ ഇഷ്യൂസ് ഉണ്ട്. പുള്ളിക്കാരന് മലയാളം ഇപ്പം ദൈവകൃപയാൽ മീറ്റിങ്ങുകളും മെസ്സേജുകളൊക്കെ നല്ലതായിട്ട് മലയാളത്തിൽ പ്രസംഗിക്കാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. അത് ട്രാൻസ്ലിട്രേഷൻ ആണ്, കോപ്പി മലയാളം ഇംഗ്ലീഷിലോട്ട് എടുത്ത് വായിക്കുന്ന. പക്ഷെ മെസ്സേജ് കൊടുക്കാൻ ദൈവം സഹായിച്ചു. പക്ഷെ തുടക്കത്തിൽ ദൈവത്തിനറിയാം അത് എവിടെ തുടങ്ങിയാലാണ് അങ്ങോട്ട് എത്താനുള്ള ഒരു ചാനൽ മാത്രമായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്യും, പ്രാർത്ഥിച്ച് എൻഡ് ചെയ്യും, ഇടയ്ക്ക് മെസ്സേജ് കൊടുക്കുമ്പോൾ പ്രാർത്ഥന, വർഷിപ്പ്, മെസ്സേജ്, ബെനഡിക്ഷൻ എല്ലാം ഞാൻ തന്നെയായിരുന്നു. പക്ഷെ അത് എനിക്കറിയത്തില്ല എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ഈ രാജ്യത്ത് ആദ്യത്തെ ഒരു മലയാളി ചർച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ഈ രാജ്യത്ത് നിൽക്കണമെന്നേ ആഗ്രഹമില്ലായിരുന്നു. ഞങ്ങൾ 2014 വന്നപ്പം PhD കഴിയുക, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ PhD എടുക്കാനാണ് വന്നത്. PhD കഴിയുക, ഞങ്ങൾ രാജ്യം വിടുക എന്നുള്ള ഒരൊറ്റ കോൺസെപ്റ്റിലായിരുന്നു. ഒരു ദിവസം ദൈവം ദർശനം കൊടുത്ത്, വിളക്കുള്ളിടത്ത്, വെട്ടമുള്ളിടത്ത് എനിക്ക് നിന്റെ പ്രകാശത്തിന്റെ ആവശ്യമില്ല, പക്ഷെ മെഴുകുതിരിയാണേലും ഇരുട്ടത്ത് നിൽക്കാൻ നീ റെഡിയാണെങ്കിൽ ഞാൻ നിന്നെ നിർത്താമെന്ന് പറഞ്ഞു. അപ്പം കർത്താവെ എന്തുവാ, അന്നേരം നമ്മളെ പിന്നെ ഡെഡിക്കേറ്റ് ചെയ്തു, സറണ്ടർ ചെയ്തു കർത്താവിൻ്റെ അടുത്ത് കംപ്ലീറ്റ്ലി. അങ്ങനെ 4 വർഷത്തെ PhD കഴിഞ്ഞു. പോസ്റ്റ് ഡോക്കിന് ഇവിടെ ജോയിൻ ചെയ്തു. നമുക്ക് മുന്നോട്ട് പോവാൻ ഒത്തിരി പ്രയാസങ്ങളുണ്ടായിരുന്നു. ഒന്ന് ലാംഗ്വേജ്, കൾച്ചർ, ക്ലൈമറ്റ്, നമുക്ക് അറിയുന്നവരാരും ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ട്, പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ സാഹചര്യം. നിൽക്കണോ കർത്താവെ, എവിടെ പോകണം കർത്താവെ, എന്തായിരിക്കണം കർത്താവെ എന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഇവിടെ നിന്നിട്ട് എന്ത് കൊടുക്കാനാണ്. പക്ഷെ 2020 ആയപ്പോഴാണ് മനസ്സിലായത് എന്തിനാ ദൈവം ഇത്രയും വർഷങ്ങൾ ഇവിടെ നമ്മളെ നിർത്തിയെന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. അങ്ങനെ 2020 ഞാൻ എൻ്റെ വീസ പുതുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അപ്പൊ എനിക്കറിയാം PR അപ്ലൈ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല, കാരണം എല്ലാത്തിനും ഉണ്ടല്ലോ ഓരോ റൂൾസ്, നിയമവരിയുണ്ട് എല്ലാത്തിനും. അപ്പൊ എനിക്കറിയാം ഞാൻ ഇത്ര നാൾ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കാഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ലാംഗ്വേജിന്റെ ഇത്ര ലെവൽ ക്ലിയർ ചെയ്യണം, അത് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, നമ്മൾ ജോലി ആണെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഈക്വലൈസ് ചെയ്യണം, ഇതും അതും സെയിം ആണെന്നുള്ള ഒരു സംഭവമുണ്ട്. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ഇവിടെ നിൽക്കണ്ടല്ലോ, എങ്ങനെയും ഇവിടുന്ന് ഓടിപ്പോയാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയിലായിരുന്നു. ഞാൻ എൻ്റെ വീസ റിന്യൂ ചെയ്യാൻ വേണ്ടി കൊടുത്തു. അവർ സിറ്റി ഹാളിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വന്ന് എൻ്റെ B കാർഡ് കളക്ട് ചെയ്തോളാം. അപ്പം ഞാൻ പറഞ്ഞു, ടിങ്കു കുന്നുപറമ്പിൽ തോമസ് തന്നെയല്ലേ, കാരണം ഞാൻ PR അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്യാതെ എനിക്ക് PR അവർ തന്നു. അതൊരു കൺഫർമേഷൻ ആയിരുന്നു. എന്നാൽ നമ്മൾ വലിയ സംഭവമായിട്ടല്ല, നമുക്ക് ദൈവം ഒരു കൺഫർമേഷൻ തരുവാണ്, നിന്നെ ഇവിടെ എന്ത് ചെയ്യണം, നിർത്തണം എന്നുള്ളൊരു കൺഫർമേഷൻ. അത് കഴിഞ്ഞ് പല സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ കുഞ്ഞിന് എപ്പോഴും സിക്കായിരുന്നു. ഞാൻ അവനടുത്ത് പറയും, നീ 3 വയസ്സിനകത്ത് കുടിച്ചത് ഞാൻ 30 വയസ്സിനകത്ത് കുടിക്കുന്നതിനെക്കാട്ടും കൂടുതൽ മരുന്ന് അവൻ കുടിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ 2 വീക്സ് 40 ഡിഗ്രി 41 ഡിഗ്രി ഭയങ്കര ഹൈ ടെമ്പറേച്ചർ, ഫീവർ. ഞങ്ങൾ ദൈവത്തോട് പറയും, കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഞങ്ങൾ ഫുൾ സറണ്ടർ ചെയ്ത് ദൈവത്തിൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കും, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ ഒരു ദിവസം ഒരു സൂം മീറ്റിങ്ങിനകത്ത്, നമ്മുടെ അലക്സ് പാസ്റ്റർ ചർച്ചിൻ്റെ മീറ്റിങ്ങിനകത്ത് ഞങ്ങൾ അറിയാത്തൊരു ദേവദാസൻ വന്നിട്ട് പറഞ്ഞു, നിന്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കും, നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് സിക്നസിനെ ദൈവം എടുത്ത് മാറ്റും. നമ്മളത് റിസീവ് ചെയ്തു. അന്ന് മുതൽ ദൈവം അവന് സൗഖ്യം കൊടുത്തു. അവന് അലർജിക്കായിരുന്നു, മിൽക്കിനും എഗ്ഗിനും വീറ്റിനും ഒക്കെ. പക്ഷെ ഇപ്പൊ കംപ്ലീറ്റ് ദൈവം, ഞങ്ങൾ എന്തോ എടുത്താലും പ്രാർത്ഥിക്കും, കർത്താവെ ഞങ്ങൾ ദൈവനാമത്തിന് വേണ്ടി ഓടി നടക്കേണ്ടവരാ, ദൈവത്തെ സഹായിക്കേണ്ടവരാ. ഇവർക്ക് സിക്കാണെങ്കിൽ ഞങ്ങൾ പോകുന്നിടത്ത് നോക്കും ഭക്ഷണം കഴിക്കാനോ എടുക്കാനോ പറ്റും. ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധി കൊടുക്കണം,
കാരണം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കർത്താവ് മിനിമം ഒരു MBA എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയും, നിങ്ങളുടെ PhD എൻ്റെ പ്രാർത്ഥന കാരണം കിട്ടിയതാണെന്ന്. കാരണം ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. കാരണം ദൈവം കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ദൈവം PhD ദൈവം സഹായിച്ചു കൊടുത്തു. ഹസ്ബൻഡ് എപ്പോഴും പറയും, ദൈവം എനിക്ക് തന്നതാണെന്ന്, നിങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് ദൈവം കൊടുത്തതാണ്. പക്ഷെ പുള്ളി ഭയങ്കര റിലാക്സ് ആൻഡ് കൂളാണ്. ഞാനാ പക്ഷെ ആ PhD ഞാൻ എപ്പോഴും പറയും വൈഫ് ഓഫ് ഡോക്ടർ ജിനു ജോസഫ് ജോൺ. ഞാൻ എപ്പോഴും അത് എടുത്തിടും, കാരണം എനിക്കറിയാം ഞാൻ ചോദിച്ച് വാങ്ങിച്ചെടുത്തതാണെന്ന്. എന്നിട്ട് ഞാൻ പുതിരത്ത് പറയും, ഇത് പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാം ഉണ്ടായിട്ട് ഒന്നും ഇല്ലാത്ത ആളെ പോലെ, എനിക്കൊന്നും ഇല്ലെങ്കിൽ ഞാൻ എല്ലാം ഉള്ള ആളെ പോലെയാണ് നടക്കുന്നത്. കാരണം എൻ്റെ മട്ടും പോകൊക്കെ കണ്ടാൽ എനിക്ക് ഭയങ്കര ഞാനൊരു ഡോക്ടറുടെ ഭാര്യയാണെന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് ഞാൻ പ്രൗഡ് കാണിക്കുന്നല്ല. ദൈവം ഞാൻ പ്രാർത്ഥിച്ചത് മിനിമമാണ്. കർത്താപ്പച്ചൻ എനിക്ക് ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം തന്നു എന്നുള്ളത് ഭയങ്കര അത്ഭുതം. അതേപോലെ ഞാൻ ഈ രാജ്യത്ത് വന്നപ്പോൾ അനേക ദേവദാസന്മാർ എന്നോട് പറഞ്ഞു, നീ ഈ രാജ്യത്ത് ജോലി ചെയ്യും. അപ്പൊ ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് നമ്മുടെ ഈക്വലൈസേഷൻ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഡിഗ്രി ഇവിടുത്തെ ഡിഗ്രിയും തമ്മിൽ ഇവിടുത്തെ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യണം, അത് ഉറപ്പാണെന്നുള്ളത്. അങ്ങനെ ഞാൻ 2020 ഞാൻ എൻ്റെ സബ്മിറ്റ് ഫുള്ള് ചെയ്തു, എൻ്റെ പേപ്പർ വർക്ക് എല്ലാം സബ്മിറ്റ് ചെയ്തു. 2021 ആയപ്പം അപ്പം അനേക ദേവദാസ്, ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ പാസ്റ്ററെ, ദൈവമേ നീ എന്നെ ഒരു ഹിസ്റ്ററി മേക്കർ ആക്കണം. അത് എന്തുവാണോ, ഇത് അഹങ്കാരമാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ പ്രാർത്ഥിക്കായിരുന്നു, കർത്താവേ നീ എന്നെ ഹെവൻലി സുവീനിയർ ആക്കണം. നമ്മൾ ഈ ഓരോ രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ ഓർമ്മയ്ക്കായിട്ട് ഓരോന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമല്ലോ. അപ്പൊ എന്നെ കാണുമ്പോൾ സ്വർഗത്തിന്റെ ഓർമ്മയായിട്ട് ആൾക്കാർക്കൊക്കെ തോന്നണം. അത് അഹങ്കാരമാണോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ അങ്ങ് പറയും, നമുക്ക് പറയുന്നതിന് മുടക്കൊന്നുമില്ലല്ലോ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ നീ എന്നെ ഹെവൻലി സുവീനിയർ ആക്കണം, എൻ്റെ ഒരു ഹിസ്റ്ററി മേക്കർ ആക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നില്ല PR സബ്മിറ്റ് ചെയ്യാതെ ഡയറക്റ്റ് PR കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒരു സ്ത്രീ ഒരു രാജ്യത്ത് ആദ്യമായിട്ട് ഒരു ചർച്ച തുടങ്ങാൻ ദൈവം എന്നെ ഇടയാക്കി. അതിന് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. മൂന്നാമതെന്ന് പറയുമ്പം ഞാൻ എൻ്റെ പേപ്പർ വർക്ക് സബ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട്, അത് അനേക ദേവദാസന്മാർ എന്നോട് പറഞ്ഞായിരുന്നു. ഞാനത് വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആൻസർ കിട്ടി, നിന്റെ സർട്ടിഫിക്കറ്റ് ഈക്വലൈസ് ആയി എന്ന് പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞ ഉടനെ എനിക്കൊരു മെയിൽ വന്നു, എൻ്റെ പേപ്പർ വർക്ക് ഗവൺമെന്റിൽ ഇവിടെ അപ്രൂവ് ചെയ്യാൻ കൊടുത്തൊരു മനുഷ്യൻ്റെ ഒരു ഇമെയിലാണ്. പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കൺഗ്രാറ്റുലേഷൻസ്. അപ്പം എൻ്റെ അടുത്ത് ദേവദാസന്മാർ പറയായിരുന്നു, ഹീ ഈസ് ഗോയിങ് ടു ഡു സംതിങ് ഗ്രേറ്റ്, ദൈവം നിന്നോട് ഒരു ഹിസ്റ്ററി എടുക്കും. അപ്പം ഞാനിത് പ്രാർത്ഥിക്കുന്ന വിഷയമായതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു ഇങ്ങനെ ഹിസ്റ്ററി തരും എന്ന് പറഞ്ഞാൽ ഞാനത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞത് ഈ ഫ്ലാൻഡേഴ്സ്, അതായത് നമ്മൾ ഈ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന പോലെ ബെൽജിയത്തിനെ ഡച്ച് ഏരിയയും ഫ്രഞ്ച് ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വെലോണിയയും ഫ്ലാൻഡേഴ്സ് എന്ന് പറയും. ഈ ഫ്ലാൻഡേഴ്സിൽ ആദ്യമായിട്ടാണ് വിദേശത്ത് പഠിച്ച ഒരാൾക്ക്, വേറെ രാജ്യത്ത് പഠിച്ച ഒരാൾക്ക് ഇവിടുത്തെ ഈക്വലൈസ്ഡ് ബാച്ചിലർ ഡിഗ്രി കൊടുക്കുന്നത്. യു ആർ ദ ഓൺലി വൺ പേഴ്സൺ. ഇതുവരെ ഇതിനു മുന്നും ഇതിന് ശേഷവും ആർക്കും ആ ഒരു ഈക്വലൈസ് ഡിഗ്രി കൊടുത്തിട്ടില്ല. അനേക നഴ്സുമാർ ഇവിടെ ഉണ്ട്, എല്ലാവർക്കും ഇവിടുത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ഇവിടെ വന്ന് പഠിച്ചു കഴിയുമ്പോൾ ഇവിടുത്തെ ഈക്വലൈസേഷൻ കൊടുക്കും. ഞാൻ ഒന്നും പഠിക്കാതെ അപ്പം ഞാൻ ഓർക്കുന്ന, എന്നോടൊരു ദേവദാസൻ പറഞ്ഞായിരുന്നു, നീ മെഡിക്കൽ എടുക്കണം. ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്നെ എന്തിനാ നഴ്സിംഗ് പഠിപ്പിച്ചു? ഇത്രയും കഷ്ടപ്പെട്ട, എളുപ്പമൊന്നും അല്ലായിരുന്നു നഴ്സിംഗ് പഠിപ്പിച്ച് എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന്, എന്തിനാ കർത്താവ്? ഞാൻ ഒത്തിരി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കാരണം ആദ്യത്തെ ലോൺലിനെസ്, നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ബൈബിൾ കോളേജ്, ചിൽഡ്രൻസ് ഹോം, പ്രയർ ഹോള്, ചർച്ച്, മീറ്റിംഗ് എല്ലാത്തിനകത്തുനിന്നും ഞാൻ ഈ ഒരു രാജ്യത്ത് വന്നിട്ട്, കർത്താവെ ഞാൻ എന്തിനാ ഇവിടെ വന്നത്, നീ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന്, എന്നോട് പറഞ്ഞ വാക്തത്വങ്ങളൊക്കെ എന്തിയേ? ഒത്തിരി ചോദ്യങ്ങളായിരുന്നു കർത്താവിൻ്റെ അടുത്ത്. പക്ഷെ ദൈവം അതിനെല്ലാം ആൻസർ ഓരോന്നോരോന്നോരായത്. എനിക്ക് ഈക്വലൈസേഷൻ ഡിഗ്രി കിട്ടി, പക്ഷെ ഇതിനൊരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. ആ രജിസ്ട്രേഷൻ നമ്പർ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം 3 വർഷത്തിൽ കൂടുതൽ വർക്കിംഗ് ഗ്യാപ്പ് ഉള്ളവർക്ക് ഒന്നും കൂടെ പഠിച്ചേ അത് കിട്ടത്തുള്ളൂ. ആ ഒരു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സംഭവം. കർത്താവേ നീ എന്തിനാ എനിക്ക് ഇത്രയും വലിയ ഡിഗ്രി തന്നത്? അത് ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ലാത്ത ഹിസ്റ്ററിയൊക്കെ നീ എനിക്ക് തന്നു. പക്ഷെ എനിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇനി പഠിക്കാനുള്ള കോഴ്സ് ഈ രാജ്യം പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇപ്പം തെർക്യൂസ് കോഴ്സ് എന്ന് പറയാം, റിട്ടേൺ കോഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിച്ചാൽ മതി. 6 മാസത്തെ കാര്യമുള്ളൂ, പക്ഷെ 6 മാസം ആരും ഓർഗനൈസ് ചെയ്യുന്നില്ല. ഞാൻ അന്നേരം ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ. പിന്നെ എൻ്റെ അടുത്ത് ദേവദാസന്മാരും ദൂതുകളും എല്ലാം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒരു കഴിഞ്ഞ വർഷം ഒരു ഏപ്രിൽ ആയപ്പോൾ ഞാൻ ഭയങ്കര സ്ട്രോങ് ആളാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് പപ്പായും മമ്മിയും ഒക്കെ ഉണ്ടല്ലോ, മമ്മിയോട് വിളിച്ചു, മമ്മി എന്തോ ചെയ്യാനാ? മമ്മിയെ പറയും, ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞുമില്ല, എൻ്റെ ദൈവത്താ ഞാൻ മതിൽ ചാടി കിടക്കും, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർന്നീ സഭഭൂമിയായിപ്പോ. മമ്മി ഇങ്ങനെ വാക്യം കൊണ്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് നിൽക്കും. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഡിപ്രഷൻ ആകാനുള്ളൊരു
ഒരു വേക്കൻസി പോലും കിട്ടുന്നില്ല. പപ്പായും മമ്മിയും ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ആത്മീയ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇടിച്ചിടിച്ചിടിച്ച് നിൽക്കുന്ന ആളാ. പക്ഷെ ഒരു ഏപ്രിൽ മാസത്തിൽ ഞാൻ കംപ്ലീറ്റ് അങ്ങോട്ട് ഡൗൺ ആയിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ എന്നെ കൊണ്ട് പറ്റത്തില്ല, നീ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, നീ പറഞ്ഞിട്ട് ഞാൻ നഴ്സിംഗ് എടുത്തെ, നീ എന്നെ ജയിപ്പിച്ചത്, ഞാൻ ഇതല്ലാതെ വേറെ ഒരു ജോലിയും ചെയ്യത്തുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് കരയാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചപ്പോൾ പപ്പ വിളിച്ചിട്ട് ഈ പാട്ട് പാടി, വാക്തത്വം നമ്മുടെ നിക്ഷേപമേ, വാക്ക് പറഞ്ഞവൻ മാറത്തില്ല, വാനവും ഭൂമിയും മാറിയിടിലും വചനങ്ങൾക്കൊരു മാറ്റമില്ല. പപ്പായും മമ്മി അന്നേരം US ഡാളസിലാ. അവര് 3 ദിവസത്തെ ഒരു ഫാസ്റ്റിംഗ് പ്രയറിനകത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഞാനിവിടെ ഭയങ്കര വിഷമത്തോടെ ഇരിക്കുക. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇമെയിൽ എടുത്ത് നോക്കിയപ്പോൾ, പാസ്റ്റർ 3 വർഷത്തിൽ കൂടുതൽ ചെയ്യാത്ത ആൾക്ക് റിട്ടേൺ കോഴ്സ് പഠിക്കണം എന്ന് പറഞ്ഞ ആൾക്ക് 10 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് ഞാൻ വർക്ക് ചെയ്യാതിരുന്നിട്ട്. പക്ഷെ ദൈവം എനിക്ക് ആ നമ്പർ അവിടെ പ്രൊവൈഡ് ചെയ്തു. അപ്പം ഞാൻ പറയാം, അവന് കരുണ തോന്നേണ്ടവനോട് അവന് കരുണ തോന്നും. ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് പറയുന്ന ഓരോ കാര്യങ്ങളും, കർത്താവെ എൻ്റെ കഴിവിലോ എൻ്റെ മിടുക്കിലോ ഒന്നുമല്ല, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ആ ഒരു മനോഭാവത്തിലാണ്. എൻ്റെ കഴിവോ മിടുക്കോ കൃപയോ ഭക്തി കൂടുതലോ പ്രാർത്ഥന കൂടുതലോ ഒന്നുമല്ല, ദൈവത്തിന് എന്നെ ഉപയോഗിക്കണമായിരുന്നു. ഞാൻ സറണ്ടർ ചെയ്തു, ഞാൻ സബ്മിറ്റ് ചെയ്തു. അപ്പം ദൈവം എന്നെ പലയിടത്തും. പക്ഷെ ഇപ്പം എനിക്കൊരു മനുഷ്യൻ അവർ ഡിപ്രഷനിലാണെന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ അവർ വേദനയിലൂടെ കടന്നു പോകാന്ന് പറയുമ്പോഴോ അതിനെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അതിൻ്റെ വേദനയുടെ ആഴം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. മറ്റേന്ന് ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പം അവരാവശ്യമില്ലാതെ ഓരോന്നൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ അവർക്കൊക്കെ എന്തിന്റെ കുഴപ്പം, ഓരോരുത്തർക്കൊക്കെ എന്തെല്ലാം ഉണ്ട്, ഇവർക്കൊക്കെ ഇതല്ലേ ഉള്ളൂ ഇല്ലാത്തത് എന്നുള്ള മനോഭാവമായിരുന്നു. പക്ഷെ ഇത് വന്നോടുകൂടി എനിക്ക് ആ ആഴം എന്താണെന്നുള്ളത് മനസ്സിലായി. എന്തുകൊണ്ട് നമ്മളെ ദൈവം ചിലതിനകത്തൂടെയൊക്കെ കടത്തി വിടുന്നത് നമ്മളെ അത് പഠിപ്പിക്കാനൊന്നുമല്ല, പക്ഷെ അനേകർക്ക് നമ്മളൊരു പ്രയോജനമായി തീരാൻ വേണ്ടിയിട്ടും. ഞങ്ങളുടെ ഏറ്റവും വലിയ റോൾ മോഡൽ ഞങ്ങളുടെ പാരൻസാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ പാരൻസിൻ്റെ അവരേറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് തമ്പിച്ചായനെയും മറിയാമ്മേൻ്റെയാണ്. ഫസ്റ്റ് വി എ തമ്പി ആൻഡ് മറിയാമ്മ തമ്പി. അപ്പൊ അവരുടെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളും, മറിയാമ്മേൻ്റെ ഓരോന്ന് പറഞ്ഞില്ലേ, ഓരോ കീമോയ്ക്ക് ഓരോ നഴ്സുമാർ രക്ഷിക്കപ്പെടുക. അപ്പം ദൈവം ഇതിൽ കൂടുതൽ വല്ല ഭാഗ്യം വേണോ? ലോകത്തിൽ നമുക്ക് ഇച്ചിരി കഷ്ടവും പ്രയാസവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്തൂടെ ഒരു മനുഷ്യൻ രക്ഷപ്പെടുവാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ദൈവകൃപയാൽ കഴിഞ്ഞ 6-7 മാസമായിട്ട് ജോലിക്ക് പോകാൻ ദൈവം എന്നെ സഹായിച്ചു. ഈ രാജ്യത്ത് അവരൊക്കെ ഞാൻ പറയാം, നമ്മളൊരു ഗ്രൂപ്പിനകത്ത് വന്നിരിക്കുമ്പോൾ എല്ലാവരും സംസാരിക്കും, നമുക്കൊന്നും മിണ്ടാനില്ല. കാരണം ഇവർ പറയുന്ന ടോപ്പിക്കോ ഇവർ പറയുന്ന ഒന്നിനകത്ത് നമുക്ക് ഒരു ഇൻവോൾവ്മെന്റും ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ കൂടുതലും നിരീശ്വരവാദികളായിട്ടുള്ള മനുഷ്യരുടെ ഇടയിൽ ഞാൻ പറയും എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ പറയും ഇന്നിപ്പോൾ നിങ്ങളോടുകൂടി ഇവിടെ ജോലിയിലായിരിക്കുന്നത് ദൈവം എനിക്ക് തന്നത് കൊണ്ടാണ്. അപ്പം എൻ്റെ പല രോഗികളുടെ അടുത്ത് പോയിട്ടും ഞാൻ പറയും, ഞാൻ ഒരു പ്രാവശ്യം കഴിഞ്ഞ ദിവസം വന്നത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു എൻ്റെ വെയിൻ കിട്ടാൻ ഭയങ്കര പാടാ, പല പ്രാവശ്യം കുത്തിയാലേ എനിക്ക് കിട്ടത്തുള്ളൂ. ഞാൻ പറയും, ഞാൻ യേസസിൻ്റെ അടുത്ത് പറയാം, ജീസസിൻ്റെ അടുത്ത് പറയാം, ഇവിടുത്തെ ഭാഷയല്ല പറയാം, ഒറ്റ കുത്തിൽ നിനക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ദൈവം സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ബിഡൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു കുത്തി ദൈവരൂപയാൽ അത് കിട്ടി. അപ്പം എന്താ പുള്ളിക്കാരനും അന്നേരം ഓക്കെ, അവർക്ക് വിശ്വാസമൊന്നുമില്ല, അറ്റ്ലീസ്റ്റ് നീ പ്രാർത്ഥിച്ചാലെങ്കിലും ദൈവം കേൾക്കുന്നുണ്ടെന്നുള്ളൊരു സംഭവം. എൻ്റെ കൊച്ചുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, അതിന് ഇവർക്ക് തടസ്സം ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുവാണല്ലോ. അപ്പോൾ ഓരോ സമയം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങൾ, ഞാൻ ജോലിയിൽ എപ്പോഴും ഫെയ്ത്ത്ഫുള്ളാണ് എപ്പോൾ കാര്യത്തിൽ. അപ്പോൾ അതെല്ലാം അവർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം, ആരും എന്നെ കാണുന്നില്ല, പക്ഷെ എനിക്കറിയാം എന്നെ വാച്ച് ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. അത് പപ്പായും മമ്മി ഞങ്ങളോട് കൊച്ചിലെ പറഞ്ഞ കേട്ടോ. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും നഴ്സിംഗിന് എന്നെ കോളേജിലൊക്കെ വിടുമ്പോഴും പപ്പായും മമ്മിയും പുറകെ വരത്തില്ല, പക്ഷെ നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ഒരു കാര്യത്തിലാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുവിട്ടിരുന്നത്. ദൈവം പപ്പായ മമ്മി ഓരോ കാര്യങ്ങളും കാണിക്കുമായിരുന്നു. അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ കോളേജ് സമയത്തൊക്കെ ഞാൻ ഭയങ്കര ദൈവമായിട്ട് എൻ്റെ ജീവിതത്തിൽ തെറ്റിപ്പോവരുന്നുള്ള ആഗ്രഹത്തോടുകൂടി ജീവിച്ച ഒരാളായിരുന്നു. അപ്പം എൻ്റെ മമ്മി എൻ്റെ കൊച്ചിലെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, മോളെ നമുക്കെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം പേരയ്ക്ക, നിനക്ക് പേരയ്ക്ക ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഈ പേരയ്ക്കയുടെ കൊതി കൊണ്ട് ചിലപ്പോൾ ഈ പൊട്ടായിരിക്കുമ്പോഴേ നമ്മൾ എടുത്തെന്ത് ചെയ്യും, പറിക്കും. കാരണം കൊതി കാരണം പറിക്കുന്നതാണ്. പക്ഷെ അതൊരു കടി കടിക്കുമ്പോൾ കയ്പാന്ന് തോന്നിയിട്ട് എന്ത് ചെയ്യും,
അത് എറിഞ്ഞു കളയും. പക്ഷെ അത് പക്വതയായി പാകമാകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ അത് നല്ല രുചിയോടുകൂടെ കഴിക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതവും. അതൊരു ചൈൽഡ്ഹുഡിൽ നമുക്ക് വരുമ്പോൾ ഒരു ചെറുക്കനെ കാണുമ്പോൾ അത് നോർമലാണ്. പക്ഷെ ഒന്ന് വെയിറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കഴിച്ചേച്ചെടുത്ത് എന്ത് ചെയ്യും, എറിയേണ്ട വരും. അതിനിടയാക്കരുത്. അപ്പം ഞങ്ങളുടെ കൊച്ചിലേ മുതലേ ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ ഒരു ലൈഫിനകത്ത് ശരിയും തെറ്റും എന്താണെന്ന് എൻ്റെ അച്ചാച്ചനോട് പപ്പ പറയുന്ന ഓർമ്മയുണ്ട്. അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, എടാ നീ ആരെങ്കിലും നോക്കുവാണെങ്കിൽ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ നോക്കണം. കാരണം ഈ 8ാം ക്ലാസ് നിന്റെ ക്ലാസ്സിലെ പഠിക്കുന്ന പിള്ളേരെ നീ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു 24 വയസ്സാകുമ്പോൾ തന്നെ അവളെ ചിലപ്പോൾ കെട്ടിച്ചു വിടും. അപ്പൊ കൊച്ചു പിള്ളേരെ, അപ്പൊ അന്നേരം നമ്മുടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾ ഒരിക്കലും 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെ പിള്ളേരുടെ അടുത്ത് എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. പക്ഷെ അതൊക്കെ ഒരു ഭയങ്കര സൈക്കോളജിക്കൽ മൂവ് ആണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അന്ന് ഞങ്ങൾ ഓർക്കും പപ്പ എന്തോ കൂളാന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ പിള്ളേരുടെ മനോഭാവം അറിഞ്ഞ് ഓപ്പൺലി സംസാരിക്കാനുള്ളൊരു ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ എന്തും, ഞാൻ നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം പപ്പായ്ക്ക് ദർശനം കിട്ടി. പപ്പ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ ഞാൻ ഒരു കാഴ്ച കണ്ടു. നീ ഒരാളെ കുഴിക്കകത്തുനിന്ന് വലിച്ചെടുക്കുക, പക്ഷെ എടുക്കുന്ന വഴിക്ക് നിന്റെ വെള്ള ഡ്രസ്സ് ചെളി പറ്റുന്നുണ്ടെന്ന്. അപ്പം എനിക്ക് കാര്യം പിടികിട്ടി. കാരണം ഞാൻ പോവാണല്ലോ. പക്ഷെ അവിടെ കിലോമീറ്ററുകൾക്ക് അപ്പുറം നിൽക്കുന്ന പപ്പായ്ക്ക് ദൈവം ദർശനം കൊടുത്തു, ഞാൻ എന്തിനകത്തൂടെയാ പോകുന്നതെന്നുള്ളത്. ഇങ്ങനെ ഫുള്ള് കാര്യങ്ങൾ നമുക്ക് ഉള്ളിനകത്ത് കർത്താവ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടേ പപ്പായും മമ്മിയും ദൈവം പറയുമോ, അവരോട് പറയുമോ എന്നുള്ള ആ ഒരു ഇതിനകത്തായിരുന്നു എല്ലാ കാര്യങ്ങളും. എൻ്റെ ബ്രദർ ചെന്നൈ പഠിക്കുന്ന സമയത്ത് അവനൊരു ആക്സിഡന്റ് ഉണ്ടായി. അവൻ ആക്സിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യത്തെ ആക്സിഡന്റിനകത്ത് വെളുപ്പിനെ 4 മണിക്ക് പപ്പായ്ക്ക് ദൈവം ദർശനം കൊടുത്തു. പപ്പ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത്. വേറെ സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായി, അതൊരു നോട്ടീസ് ഒട്ടിച്ചിട്ട് വെളുപ്പിനെ ഡ്രൈവ് ചെയ്യുന്നോണ്ടൊരു സമയത്ത് ആ വണ്ടി ഫുള്ള് ടോട്ടൽ ലോസ് ആയി, മൊത്തം എടുത്തുകൊണ്ട് പോകേണ്ട വന്നു. ഇവന് ശ്രീചിത്ര രാമേന്ദ്ര ഹോസ്പിറ്റല് അഡ്മിറ്റ് ആയിരുന്നു. ശ്രീ രാമേന്ദ്രയിൽ അവനെ കിടന്നുകൊണ്ടിരുന്ന പപ്പ വിളിച്ച് ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനെ ഇപ്പം നീ മരിച്ചാൽ സ്വർഗത്തിൽ പോവോ? അന്നേരം അതായിരുന്നു പപ്പാടെ ഇപ്പോഴും പപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളോട് കൊച്ചിലെ പറയുന്നവരെ, നിങ്ങളെ ആരെങ്കിലും ഒരാൾ കുത്തിയാൽ പോലും കിടക്കുന്നതിന് മുമ്പ് ഫോർഗീവ് ചെയ്യണം. കാരണം ഇന്ന് രാത്രി കർത്താവ് വന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണം. ബാക്കി എല്ലാം സെക്കൻഡറിയാ. നമ്മുടെ ഉള്ളിൽ അതുകൊണ്ടെന്തല്ലോ ആരോടും ദേഷ്യമില്ല. കൊച്ചിലെ മുതലാണ് പപ്പ സോറി പറയുന്ന കണ്ടാ നമ്മൾ വളർന്നത്. തെറ്റ് പപ്പാടെ ആണേലും ശരി പപ്പാടെ ആണേലും ആർക്ക് സമാധാനം കിട്ടണോ ദേവദാസ ക്ഷമിക്കുക, അല്ലെങ്കിൽ സഹോദര ക്ഷമിക്കുക, ഞാൻ അങ്ങനെ പറഞ്ഞു പോയത് ക്ഷമിക്കുക, അങ്ങനെ കണ്ടും കേട്ടും വളർന്നുകൊണ്ട് ഇപ്പോഴും എനിക്ക് ആരോട് സോറി പറയണമെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം എടാ കർത്താപ്പച്ചന് പ്രശ്നമില്ലാത്ത കാര്യം, കർത്താവിനൊക്കെ ദൈവം ക്ഷമിക്കാമെങ്കിൽ പിന്നെ നമുക്ക് ക്ഷമിക്കുന്നത്, കർത്താവിനെ പറ്റി വലിയ ആളാണോ നമ്മള്? ആ ഒരു ഇതിലേക്കാണ്. കർത്താപ്പച്ചൻ ഒരാളോട് ക്ഷമിക്കാമെങ്കിൽ എനിക്ക് ക്ഷമിക്കാം. കാരണം അതാ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, കർത്താവിനെ പോലെ ആവാൻ, ആ ഒരു മനോഭാവത്തിലേക്ക് വരാന് ഏറ്റവും പ്രയോറിറ്റി. എന്നെ കേൾക്കുന്ന കൊച്ചു പിള്ളേർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ദൈവത്തിന് സറണ്ടർ ചെയ്ത് റിലേഷൻഷിപ്പിൽ, അതായത് പാസ്റ്റർ പറഞ്ഞിട്ട് പപ്പായ്ക്കും മമ്മിക്കും വേണ്ടിയിട്ട് ഒന്നും ചർച്ചിൽ പോയിട്ട് കാര്യമില്ല, ബൈബിൾ വായിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ഓരോ ദിവസവും ഇന്ന് ഈ വലിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നുകൊണ്ടാണ് ഞാൻ ഈ ശ്വാസം എടുക്കുന്നതെന്നുള്ള ഒരൊറ്റ ചിന്ത മതി ദൈവത്തോടുള്ള സ്നേഹം വരാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാ സെക്കൻഡറി. ഇപ്പം എൻ്റെ കൊച്ചുങ്ങളെ, എൻ്റെ മോൻ 8 വയസ്സേ ഉള്ളൂ, മൂത്ത മോന്. അവൻ്റെ അടുത്ത് ഞാനിപ്പോൾ പറയും, അവർ ഈ രാജ്യത്താണ് ജനിച്ച് വളർന്നത്, മോനെ നിനക്ക് ഇപ്പോഴും അവരുടെ ക്ലാസ്സിൽ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒക്കെ ഉണ്ട്. ഞാൻ പറയും, ദ ഗേൾ ഹു യു ലവ്സ് ജീസസ് യു നീഡ് ടു ലുക്ക് ഫോർ ഹെർ. ആര് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ, അവന്റെ ക്ലാസ്സിൽ ഇപ്പൊ ആരും ദൈവത്തെ സ്നേഹിക്കുന്ന പിള്ളേരൊന്നും ഇല്ല. പക്ഷെ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുവാണ്, ഭാവിയിലാണെങ്കിൽ പോലും അതായിരിക്കണം പ്രയോറിറ്റി. കാരണം ദൈവത്തെ സ്നേഹിക്കുമ്പോഴേ ബാക്കിയൊക്കെ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം പുറകെ വരും. ആദ്യം മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കാൻ പറ്റണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ 4 പേരുടെ, ഞങ്ങൾ 4 പേരും 4 ദേശങ്ങളിലാണ്. ഞങ്ങൾ 4 പേരും സുവിശേഷ വേല ഇൻവോൾവ് ആണ്. എൻ്റെ ഇളയ ബ്രദർ ചർച്ചിന്റെ പാസ്റ്ററാണ്, പ്ലസ് അവൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനും നേഴ്സാണ്. ഞാനും ദൈവകൃപയാൽ 2021 പാസ്റ്റർ വി എത്തമ്പിയുടെ അണ്ടറിൽ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും പാസ്റ്റർ ഓർഡിനേഷൻ ലഭിക്കാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു, നാട്ടിൽ പോയിട്ട്. അപ്പം എൻ്റെ സിസ്റ്റർ ആണെങ്കിലും ചർച്ചിൽ ഇൻവോൾവ് ആണ്, മൂത്ത ബ്രദറും വൈഫും പാസ്റ്ററാ. എല്ലാം ഞങ്ങൾ പപ്പയുടെ ആഗ്രഹമായിരുന്നു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും, ഞങ്ങളായിരിക്കുന്ന നാടുകളിലെല്ലാം കർത്താവിനെ ഉയർത്താൻ
ദൈവം ഞങ്ങൾ ഇപ്പോഴും വലിയ ചർച്ച ഒന്നുമല്ല, ഞങ്ങളുടെ ഒരു കൊച്ചു കൂട്ടായ്മയാണ്. പക്ഷേ ഈ രാജ്യത്ത് പലർക്കും ഒന്നിച്ചു കൂടി ദൈവത്തെ ആരാധിക്കാൻ ഒരു മുഖാന്തരമാക്കി ദൈവം ഞങ്ങളെ തീർത്തി. എത്ര നാൾ ഇവിടെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. കർത്താവ് എത്രയും നിർത്തുന്നു അത്ര നാൾ നിൽക്കാൻ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുവാണ്. അതുകൊണ്ട് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവം ഞങ്ങളോട് കൊച്ചിലേ മുതൽ പറഞ്ഞ ഓരോ വാഗ്ദത്തങ്ങളും ദൈവം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ സ്കൂൾ ലീഡർ ആയിരുന്നു ഞാൻ. അപ്പം 10th മെമ്പർ എനിക്ക് മൈക്ക് വേണ്ടായിരുന്നു. കണ്ടക്ട് 3000 പിള്ളേരുള്ള അസംബ്ലിക്കകത്ത് എല്ലാ ദിവസവും നമ്മൾ പ്ലഡ്ജ് പറയണമല്ലോ, ഭാരതം എൻ്റെ നാടാണ് എല്ലാ ഭാരതീയരും. പക്ഷെ എനിക്ക് ഭയങ്കര വോയിസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ശബ്ദം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എല്ലാ തിങ്കളാഴ്ചയും എൻ്റെ അസിസ്റ്റന്റ് വേണം, സ്കൂൾ ലീഡർ വേണം, അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ വേണം അസംബ്ലി നടത്താൻ. കാരണം സൺഡേ വർഷിപ്പ് കഴിയുമ്പോഴത്തേന് എൻ്റെ ത്രോട്ട് ഫുള്ള് ബ്ലോക്ക് ആയി പോകും. അപ്പൊ എനിക്ക് കോഴിക്കോട് മിംസിൽ ഞാൻ സൗണ്ട് ചെക്ക് ചെയ്യാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ വോയിസ് അവിടെ എനിക്ക് തഴമ്പ് വന്നിട്ട് എനിക്ക് ഇനി വോയിസ് റെസ്റ്റ് എടുക്കണം. ഞാൻ സ്ലേറ്റിലൊക്കെ എഴുതിക്കൊണ്ട് നടന്നൊരു സമയം ഉണ്ടായിരുന്നു, എനിക്ക് വർത്താനം പറയാൻ പറ്റാഞ്ഞിട്ട്. പക്ഷെ ഞാൻ കർത്താവിനോട് പറയുന്നത്, കർത്താവേ ശബ്ദം ഇല്ലാതെ എന്തോ എടുക്കാൻ പറ്റും, എങ്ങനെ? ഇപ്പോഴും എൻ്റെ ശബ്ദമൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അടയാറുണ്ട്. പക്ഷെ എന്നാലും ദൈവം ഇത്രയും നേരം 2 മണിക്കൂർ സംസാരിക്കാൻ ദൈവം എൻ്റെ സൗണ്ടിനെ ബലപ്പെടുത്തി. അതൊക്കെ ടെസ്റ്റിമണീസ്. ഞാൻ പറഞ്ഞ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ഓരോ കൃപ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ദൈവം തന്നെ പുറത്തു കൊണ്ടുവന്നു. 5 years ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പം ദൈവമക്കളെ, നിങ്ങളുടെയൊക്കെ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് കരയുന്നവരുടെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഞാൻ 5 വർഷം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി നല്ല സ്നേഹമുള്ള നല്ല ഒരു മനുഷ്യനാണ്. ഈ ലോകത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവാണ്. കാരണം നല്ല കരുതുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. ആ വിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞു, ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. പക്ഷെ ഇപ്പോഴെൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറയും, നീ പറഞ്ഞിട്ടല്ല ഞാനിത് ചെയ്തത്, നീ പറഞ്ഞിട്ടല്ല ഞാനിത് മാറ്റിയത്, ദൈവം എന്നോട് സംസാരിച്ചതുകൊണ്ട് ആ രൂപാന്തരം അവിടെ വന്നു. ഇപ്പോൾ പുള്ളിക്കാരന് ബുക്കായിരുന്നു, എൻ്റെ ബാക്കിൽ നോക്കിയാൽ അറിയാം, അത് ജൂയിഷ് എൻസൈക്ലോപീഡിയ ആണ്. റീഡിംഗ് ആണ് ഏറ്റവും വലിയ ഹോബി. പക്ഷെ പണ്ട് പല ബുക്കുകളായിരുന്നു. 2020 മുതൽ ദൈവം പുള്ളി എപ്പോഴും പറയും, ബൈബിൾ ഈസ് ദ ബെസ്റ്റ് ബുക്ക് ടു റീഡ്. ആ ബുക്ക് മാത്രമേ ഇപ്പൊ വായിക്കത്തുള്ളൂ. ഇപ്പൊ എൻ്റെ പുറകിൽ നോക്കിയാൽ അറിയാം, ഒരു 8-10 വേർഷൻസ് ഓഫ് ബൈബിൾ ഉണ്ട്. പല 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 ട്രാൻസ്ലേഷൻ്റെ ഓരോരുത്തരുടെയും എന്ന് പറഞ്ഞാൽ ഓരോ ഡിഫറെൻസ് എഴുതിയാണ്. അതാണ് എല്ലാത്തിനെയും ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിലൂടെ ബൈബിൾ എങ്ങനെയാണെന്നുള്ള ഒരു ആഗ്രഹം അകത്ത് വന്നത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, എങ്ങനെ ഈ കോറിലേറ്റഡ് ഫ്രം ബൈബിൾ ഇവിടുന്ന് കിട്ടുന്നത്? കാരണം ദൈവം കൊടുക്കുന്നു. എനിക്ക് തന്നെ ഞാനൊരു പാസ്റ്റർ മോളായിട്ട് അനേക ദൈവദാസന്മാരുടെ മെസ്സേജിനകത്തൂടെ വളർന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പോഴും ആദ്യമായിട്ട് കേൾക്കുന്ന മെസ്സേജുകളുണ്ട് എൻ്റെ ഹസ്ബൻഡ് പ്രസംഗിക്കുമ്പോൾ. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, ഇത് എവിടുന്നാ? ഇതുവരെ ആരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അപ്പൊ ദൈവം അത് കൊടുക്കുന്നതാ. അപ്പൊ ആ രൂപാന്തരം, ദൈവം ചെയ്യുന്ന രൂപാന്തരം, അത് ഭയങ്കര. ഒരിക്കലും പുള്ളിക്ക് പറയാൻ പറ്റത്തില്ല, നിന്റെ പ്രാർത്ഥന കാരണം നീ പ്രാർത്ഥിച്ചിട്ടാ എനിക്ക് ഇങ്ങനെ വന്നേന്ന്. കാരണം അത് ദൈവം രൂപാന്തരപ്പെടുത്തിയത്. ഞാൻ പ്രാർത്ഥിച്ചു എന്നുള്ളത് എനിക്കറിയാം ഇപ്പുറത്തെ സൈഡിൽ. പക്ഷെ ക്ഷമയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പം ദൈവം അത് പുറത്തു കൊണ്ടുവരുമ്പോൾ ഉണ്ടല്ലോ, അത് മാർവലസ് ആയിരിക്കും. നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ട് ദൈവം ചെയ്യും. അതേപോലെ പാസ്റ്റർ, എൻ്റെ എൻട്രൻസിൻ്റെ 12th കഴിഞ്ഞ് എനിക്ക് നഴ്സിങ്ങിന് അഡ്മിഷന് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ഈ ഓൾ ഇന്ത്യ ഓൾ കേരളയൊക്കെ എൻട്രൻസ് എഴുതുമല്ലോ. ആ സമയത്ത് എനിക്കൊരു എൻട്രൻസിൻ്റെ പേപ്പർ വാങ്ങിക്കാൻ, അതിൻ്റെ ആ ഫോം വാങ്ങിക്കാൻ കാശില്ലാത്തതുകൊണ്ട് 300 രൂപയുടെ കാര്യമുള്ളൂ. പക്ഷെ അതില്ലായിരുന്നു അന്നേരത്തെ സമയത്ത്. അപ്പം എൻ്റെ പപ്പായുടെ ബ്രദർ ഒരു പ്രോസ്പെക്ടസ് വാങ്ങിച്ച് പുള്ളി സെൻഡ് ചെയ്ത് തന്നതാണ് എനിക്ക് ബോംബെ ഹോസ്പിറ്റൽ ഇൻഡോറിൽ പഠിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പം അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ, പക്ഷേ അത് വലിയ ദൈവത്തിൻ്റെ കൃപയായിരുന്നു. കാരണം അത്രയും ഫീസ് പറഞ്ഞാൽ എനിക്ക് തോന്നില്ല അത്രയും നല്ലൊരു ഹോസ്പിറ്റൽ ആർക്കെങ്കിലും. എനിക്കൊന്ന് 2.5 ലക്ഷം രൂപയ്ക്കാണ് 4 വർഷം എൻ്റെ നഴ്സിംഗ് പഠിച്ചിറങ്ങിയത്. അത് അവരുടെ ട്രസ്റ്റിൻ്റെ ഒരു ലെവലിലും ബിഗിനിങ് സ്റ്റേജിലും ആയിരുന്നത് കൊണ്ട് അവരത്ര ഓഫറിലാണ് അത് ഇട്ടിരുന്നത്. ഞാൻ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു ബോംബെ ഹോസ്പിറ്റൽ ഇൻഡോറിൻ്റെ. പക്ഷേ അതും ദൈവത്തിൻ്റെ കൃപയാണ്. കാരണം വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിലും ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നന്മയ്ക്ക്. അന്നേരം ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ലെങ്കിലും ദൈവം അറിയാതെ ഒന്നും നടക്കത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം പാസ്റ്റർ. ഞാൻ എന്നിട്ട് നഴ്സിംഗിൻ്റെ ഫസ്റ്റ് ഇയർ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ സീനിയേഴ്സ് ഒന്നും ഇല്ലല്ലോ.
അപ്പം ഞാനിങ്ങനെ ഞായറാഴ്ച എവിടെയെങ്കിലും ആരാധനയ്ക്ക് പോകണമല്ലേ, എവിടെ പോകണ്ട, എങ്ങോട്ടാ പോകണ്ട, ഒരു പിടുത്തം, ഹിന്ദി അറിയത്തില്ല, ഒരു കുന്തം അറിയത്തില്ല, ആരെയും അറിയത്തില്ല. ഞാനിങ്ങനെ വെളിയിൽ ഇറങ്ങി നിൽക്കുക, ആരെങ്കിലും ബൈബിളും കൊണ്ട് പോകുന്നവരുണ്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ കൂടെ പോവാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി നിന്ന് നോക്കിയപ്പോൾ ഒരു വെള്ള സാരി കൊടുത്ത് ഫുൾ കൈ വെള്ള, നമ്മുടെ TPMലെ ആൻറ്റിമാരാരാണ്ട, അവരൊരു ഒരു വണ്ടിയിലോട്ട് കയറി, ഞാൻ പുറകെ ഒരു ഓട്ടോയെ കയറിയിട്ട് പറഞ്ഞു ആ വണ്ടി പോകുന്നതിൻ്റെ പുറകെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ വണ്ടി എൻ്റെ പുറകെ പോയി. ഞാൻ അവിടെ ചെന്ന് പാസ്റ്ററെ, ഞാൻ ചെന്നപ്പോൾ അവരേതോ ഒരു ആശ്രമത്തിലോട്ടാണ് കയറി പോകുന്നത്. എൻ്റെ അകത്ത് വന്ന വേദന, അന്ന് ഞാൻ ഈ വെള്ളസാരിയുടെ വിശുദ്ധി അങ്ങ് മാറി എൻ്റെ. കാരണം അവർ ഓർണമെന്റ്സ് ഒന്നും ഇട്ടിട്ടില്ല പാസ്റ്ററെ, അവരൊന്നും ഓരോ ഓർണമെന്റ്സ് ഇട്ടില്ല. നമ്മൾ ഈ കേരളം കഴിഞ്ഞെങ്ങും കണ്ടിട്ടില്ലല്ലോ. അന്ന് എനിക്ക് വെള്ളസാരി ഉടുക്കുന്നതിനോട് ഒരു എതിർപ്പും ഇല്ലാത്ത ആളാ, ഞാൻ വെള്ള ഡ്രസ് ഇടുന്ന ആളാ. പക്ഷെ അതിൻ്റെ എന്താ പറയുന്നത്, ആ സ്പിരിറ്റ് എൻ്റെ അങ്ങ് മാറി. പിന്നെ എൻ്റെ ഒരു മിസ്കൺസെപ്റ്റ് ആയിരുന്നു, ലോകത്തുള്ള എല്ലാവർക്കും ക്രിസ്മസ് എന്താണെന്ന് അറിയാം. അപ്പം ഞാൻ ഞങ്ങളുടെ ബോംബെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ 21th അന്ന് കേക്കും ഒക്കെ ആയിട്ട് ചെന്നു. അപ്പം അവർ ചോദിക്കുക ആ ചേക്കാ ക്രിസ്മസ്. അപ്പം ഞാൻ പറഞ്ഞു അല്ല, 25th ക്രിസ്മസ്. അപ്പൊ വീണ്ടും അടുത്തടുത്ത് കേക്കും കൊണ്ട് പോകുമ്പോൾ ആ ചേക്കാ ക്രിസ്മസ്. അപ്പൊ എൻ്റെ ഉള്ളിൽ കർത്താവേ, ക്രിസ്മസ് എന്നാന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ടോ? അപ്പൊ എൻ്റെ അകത്തങ്ങ് ഭാരം തുടങ്ങി. പിന്നെ ഞങ്ങൾ ഈ നിലമ്പൂർ നാട്ടിൽ പോകുമ്പം ലെഫ്റ്റ് സൈഡിലെ സ്റ്റാർ നിനക്ക്, റൈറ്റ് സൈഡിലെ സ്റ്റാർ നിനക്ക്. നമ്മൾ ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ എണ്ണുമല്ലോ, ഈ വീടുകളിൽ എത്രയൊക്കെ സ്റ്റാർ ഉണ്ട്, ആ വീട് എത്രയൊക്കെ സ്റ്റാർ ഉണ്ട്. ഞാൻ ഇതുപോലെ ക്രിസ്മസിന്റെ വെക്കേഷൻ ഇൻഡോറിൽ നിന്ന് നിലമ്പൂരോട്ട് വരുന്ന വഴിക്ക് ഞാനിങ്ങനെ സ്റ്റാർ നോക്കിയിട്ട് എൻ്റെ പാസ്റ്റർ ആന്ധ്ര എത്തിയപ്പോഴാണ് ഞാൻ ആദ്യത്തെ സ്റ്റാർ കാണുന്നത്. എൻ്റെ അകത്തങ്ങ് വിഷമം തുടങ്ങി. അപ്പൊ ഞാൻ ഓർത്തമേ, നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് പരീക്ഷയുണ്ട്, നമ്മുടെ നാട്ടിൽ ക്രിസ്മസിന്റെ കരോൾസ് ഉണ്ട്, അവിടെ ഇങ്ങനെ പല ഡ്രാമാസ് നടക്കുന്നുണ്ട്, സ്കൂളിലൊക്കെ ആണെങ്കിലും പ്രോഗ്രാം, അതിനൊക്കെ നമുക്ക് എതിർപ്പാ അല്ലേ. ഞാൻ ഓർക്കുന്നതേ അങ്ങനെയും കുറച്ച് മനുഷ്യർ ഇവിടെ ചെയ്തായിരുന്നു, ഇത് എന്താ സാധനമെന്നെങ്കിലും ഇവർക്കൊന്ന് അറിയാൻ പറ്റുമായിരുന്നല്ലോ. എൻ്റെ വീട്ടിൽ ഇപ്പോഴും എല്ലാ ദിവസവും സ്റ്റാർ കിടപ്പുണ്ട് പാസ്റ്റർ, കാരണം നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു എന്ന്. ഞാൻ ആ വാക്യം പറഞ്ഞ എൻ്റെ ഷെയ്ഡ് ഒരു സ്റ്റാറാ ഇട്ടേക്കുന്നത്. കാരണം അതിന്റെ വില എന്താ, ദൈവം അറ്റ്ലീസ്റ്റ് ചോദിക്കുമല്ലോ ഇത് എന്തുവാ, ഈ താര എന്താന്ന് ചോദിച്ചാൽ അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാ. പക്ഷെ എൻ്റെ മനോഭാവത്തെ ദൈവം ഓരോ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു. കാരണം നമ്മൾ ചിന്തിക്കുന്ന എന്തുവാ, ഓരോ മനുഷ്യർ കടന്നു പോകുന്ന സാഹചര്യം എന്തുവാ. ഞാൻ അന്നേരം ഓർക്കുന്നേ, ഈ കരോളൊക്കെ ഉണ്ടായിരുന്നു, ഈ കൊട്ടിപ്പാടുമ്പോ എന്താണെന്നെങ്കിലും ഇവര് ചിന്തിക്കുമല്ലോ, അങ്ങനെയെങ്കിലും അവർക്ക് യേശുവിനെ പറ്റി അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഉള്ളിനകത്ത് അന്നേരം. അങ്ങനെ എൻ്റെ മനസ്സിനകത്ത് നിന്ന് ആ ഒരു ഇങ്ങനെ നിൽക്കുന്നതിനെ വൈഡ് ഓപ്പൺ ആക്കി. കാരണം ദൈവത്തിനറിയാം അതിനകത്ത് നിന്ന് എന്നെ ഒരു യൂറോപ്യൻ രാജ്യത്തിലേക്കാണ് കൊണ്ടുവരേണ്ടത്. ഇവിടുത്തെ മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നും, ഇവിടുത്തെ നമ്മളിപ്പോൾ ഒരാളോട് പാസ്റ്റർ അറിയോ, ഇവിടെ ഒരു മനുഷ്യനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. അവരോട് പറയാൻ പറ്റുന്ന ഐ വിൽ ബി, യു ആർ ഇൻ മൈ തോട്ട്സ്, നിങ്ങൾ എൻ്റെ ചിന്തയിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുക എന്താ, ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ലേന്ന്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മനോഭാവം ഇസ് ടോട്ടലി ഡിഫറെൻ്റ്. നമുക്ക് അതിനെ ആ ഒരു പ്രിപ്പറേഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അതുപോലെ നമ്മുടെ ഹാർട്ട് ഓപ്പൺ ആക്കണം. എന്നാലേ നമ്മുടെ ചെറിയ മനോഭാവം കൊണ്ട് നമുക്കൊരു ഇവിടുത്തെ കമ്മ്യൂണിറ്റിയെ നമുക്ക് തൊടാൻ പോലും പറ്റത്തില്ല, അവരുടെ അടുത്തൂടെ പോലും പോകാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പറയത്തില്ല, നമ്മൾ നോർമലി പറയുന്ന ഒരു കാര്യം, വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഏത് മതത്തിലും ആൾക്കാരോട് നമുക്ക് പറയാം, എല്ലാവരും അത് സന്തോഷത്തോടെ സ്വീകരിക്കത്തുള്ളൂ. പക്ഷെ ഇവിടുത്തെ മനുഷ്യർ അങ്ങനത്തെ ഒരു കൂട്ടരെ അല്ല. ഇവിടുത്തെ കൾച്ചർ പഠിക്കാനും ഇവിടുത്തെ മനുഷ്യരെ പഠിക്കാനും ഒക്കെ നമുക്ക് ആ ഒരു വിശാല ഹൃദയം, ചിലപ്പോൾ എല്ലാവർക്കും അത് ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷെ ദൈവം യവനനെ നേടേണ്ടത് യവനനെ പോലെയും യഹൂദനെ നേടേണ്ട അവനെ പോലെ ഓരോരുത്തർക്ക് ആക്കിയിട്ട് പറയാം. എല്ലാവരുടെയും കോളിങ് ഡിഫറെൻ്റാ. ഞാൻ പാസ്റ്ററെ ജഡ്ജ് ചെയ്തിട്ട് കാര്യമില്ല, വേറൊരാളെ ജഡ്ജ് ചെയ്തിട്ട് കാര്യമില്ല. അവനവൻക്കുള്ള വിളിക്കനുസരിച്ച് അവരവർ ചെയ്യും. അവരും ദൈവമായിട്ടാണ് കണക്ക് ചോദിക്കുന്നത്. എൻ്റെ കോളിങ് അതായിരുന്നു. എൻ്റെ അടുത്ത് പറയാം, നീ ഒരു സഹോദരിയായിട്ട് എന്തുകൊണ്ട് ബെനഡിക്ഷൻ പറയുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തു, നാളെ എന്നോടേ ദൈവം ചോദിക്കത്തുള്ളൂ. കാരണം എനിക്ക് അകത്ത് ബേർഡൻ തന്നേക്കുന്നത്. ഞാൻ ഉറങ്ങാത്ത രാത്രികൾ ഉണ്ടായിരുന്നത്, ഒത്തിരി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു പ്രാർത്ഥന തുടങ്ങണോ, ഒരു ചർച്ച് സ്റ്റാർട്ട് ചെയ്യണോ? കാരണം എൻ്റെ കൂടെ ഹസ്ബൻഡ് അത്രയും സപ്പോർട്ടായിട്ട് അന്നേരം ഇല്ല. ദൈവം കൊടുത്ത രൂപാന്തരം കാരണമാണ് പുള്ളി സപ്പോർട്ടായി മാറ്റിയെടുത്തതാണ്. അല്ലാതെ ഞാനാണ് ഉറങ്ങാഞ്ഞത്. കർത്താവെ എന്തോ ആയിത്തീരും, എങ്ങനെയായിത്തീരും എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു എൻ്റെ അടുത്ത്. ദൈവത്തിനറിയാം അത് ഓപ്പൺ ആക്കണമായിരുന്നെങ്കിൽ
എന്നെ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് വെളിയിൽ കൊണ്ടുവന്നാലേ ഞാൻ ആ ഒരു ലെവലിലേക്ക് എത്തത്തുള്ളായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് അവരവരുടെ വിളിയും തെരഞ്ഞെടുപ്പും അവരവർ മനസ്സിലാക്കുക. ആരെന്തോ പറഞ്ഞാലും ദൈവം നിങ്ങളുമായിട്ടാണ് ലാസ്റ്റ് ഫൈനൽ കൂട്ടിമുട്ടുന്നത്. അല്ലാതെ അവരെന്തോ വിചാരിക്കുന്നു പറഞ്ഞുകൊണ്ട് കർത്താവെ ഞാൻ ഇത് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മേലാണ്. കാരണം നമ്മക്കപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. ഐ ആം ദ ചോസൺ വൺ. ഐ ആം ദ ചോസൺ വൺ. ഞാൻ എപ്പോഴും സ്പെഷ്യൽ ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ മുമ്പേ, കർത്താവെ എന്താ നിനക്ക് കരുണ തോന്നേണ്ടവനോട് നിനക്ക് കരുണ തോന്നും. അങ്ങനെ ദൈവത്തിന് കരുണ തോന്നി എന്നെ വിളിച്ച് വേർതിരിച്ച് എന്നെ ചോസാക്കി. ഞാൻ സ്വർഗത്തിലെ സുവീനിയറാ. ഞാൻ വലിയ ആളാന്ന് തന്നെ ഞാൻ പറയും. കാരണം ഞാൻ ആരാന്നറിയോ? രാജകീയ പുരോഹിത വർഗമാ. ഞാൻ ആ കർത്താവിന്റെ മോളാ. ആ ഒരു അഹങ്കാരത്തിന്റെ പേരിലല്ല, നമുക്ക് ദൈവം തന്ന പ്രയോറിറ്റി നമ്മൾ ദൈവത്തിന് കൊടുക്കണം. നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഇപ്പൊ പാസ്റ്റർ ഇത്രയും വലിയൊരു കാര്യം ചെയ്യുന്നു, അനേകർക്ക് ഞാൻ പല പ്രാവശ്യം ഡൗൺ ആയിട്ടിരുന്നപ്പം പല ടെസ്റ്റ് മണീസും എന്നെ എൻകറേജ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ഒരു വാക്കായിരിക്കും, ഒരു വേർഡായിരിക്കും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ ഇത് അനേകരിലേക്ക് പലരും എന്തെല്ലാം പിന്നെ എന്തോ ഒരു ചാനൽ കൊണ്ടിട്ട് പാസ്റ്റർക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് 4 പേര് പറയുമ്പോൾ ഡൗൺ ആയി വന്നെങ്കിൽ പാസ്റ്ററോട് ദൈവം ചോദിക്കും, നിന്നെ ഞാൻ ഏൽപ്പിച്ചത് നീ വിശ്വസ്തനായിരുന്നോ? അല്പത്തിൽ വിശ്വസ്തരായിരിക്കുന്നവരെ അധികത്തിൽ വിചാരകരെ. പാസ്റ്ററോടല്ല ഞാൻ പറയും, എനിക്ക് പാസ്റ്ററെ മാത്രമേ കാണുന്നുള്ളൂ, അതുകൊണ്ട് പറഞ്ഞ. പക്ഷെ നിങ്ങളോട് ഓരോരുത്തരോടും ദൈവം നമ്മളെ ഏൽപ്പിച്ചതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കാം. നാട്ടുകാരും വീട്ടുകാരും എന്തും പറഞ്ഞോട്ടെ, അത് നമുക്കൊരു വിഷയമേ അല്ല. കാരണം കണക്ക് തോക്കുന്ന ദിവസം നമ്മളും ദൈവമായിട്ടാണ് വരുന്നത്. അവിടെ നമുക്ക് നേരെ നിൽക്കണമെങ്കിൽ നമ്മൾ ചിലതിനകത്തൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും. പക്ഷെ ദോഷമായ ദൈവം ഒന്നും ചെയ്യത്തില്ല. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു സിസ്റ്റർ. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഒത്തിരി നല്ല ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ചെറിയ പ്രായം മുതൽ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളുടെ പേരിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു. ഒരു ലണ്ടൻകാരന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, പക്ഷേ ആളുകളോട് പറഞ്ഞു, ലണ്ടൻ പറഞ്ഞു, അങ്ങനെ തന്നെ അല്ലേ? അതെ, ശരിക്കും ഭർത്താവ് PhD എഴുതുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. തീർച്ചയായിട്ടും. വിദ്യാഭ്യാസമുള്ള UK-ലായിരുന്നു മാസ്റ്റേഴ്സ് ചെയ്തത്. അങ്ങനെ ലണ്ടനിലുള്ളായിരുന്നു. പക്ഷെ ഞാൻ UK വിട്ടത് തന്നെ എന്റെ പ്രാർത്ഥന കാരണമെന്ന് പറയും. പ്രാർത്ഥന കാരണം. കർത്താവിന്റെ സ്തോത്രം. നമ്മളെ എനിക്ക് കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരും പറയാനുള്ളത്, ഈ സാക്ഷ്യത്തിൽ നമ്മൾ പഠിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, നല്ല ഒരു സ്നേഹമുള്ള ഐക്യതയുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. എല്ലാ മാതാപിതാക്കളോടും പറയാനുള്ളത്, നിങ്ങളുടെ ഐക്യത, നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ തലമുറയ്ക്ക് വലിയ ബ്ലെസ്സിങ് ആയിത്തീരും. അവർ നിങ്ങളെ കണ്ടാണ് പഠിക്കുന്നത്, കുടുംബജീവിതം പഠിക്കുന്നത്, വളരുന്നത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്, മാതാപിതാക്കളുടെ സ്നേഹവും ഐക്യതയും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും മാതാപിതാക്കളോട് വീട്ടിൽ വന്ന് പറയണമെങ്കിൽ അത് പറയാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിലുണ്ടാകണം, പേടിക്കാതെ. പല കുഞ്ഞുങ്ങൾക്കും അവർ നേരിടുന്ന സ്ട്രഗിൾസ് അപ്പനോടും അമ്മയോടും പറയത്തില്ല, അവർക്ക് പേടിയാണ്, എന്നെ വഴക്ക് പറയുമെന്നുള്ള പേടി. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല, വളരെ ഫ്രണ്ട്ലി ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ വീട്ടിലുണ്ടെങ്കിൽ അതത്ര വലിയ അനുഗ്രഹമാണ്. അങ്ങനെ ആ അറ്റ്മോസ്ഫിയറിൽ വളരുന്ന കുഞ്ഞുങ്ങളൊക്കെ അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട് മുൻപോട്ട് പോകാനിടയെത്തിരും. മറ്റൊരു കാര്യം, ദൈവം എത്രമാത്രം നമ്മളുടെ ജീവിതത്തെ ദൈവം നിയന്ത്രിക്കുന്നു, ദൈവം ഗൈഡ് ചെയ്യുന്നു, ഇതൊക്കെ ഈ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാനിടയെത്തിരും. ഒരു കാര്യം കൂടെ, സിസ്റ്റർ പറഞ്ഞു എന്നെ ഒരു ഹിസ്റ്ററി മേക്കർ ആക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഡിജോഷോ സാറുമായിട്ട് ഒരു പ്രാവശ്യം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമാണ്, സാറിൻ്റെ ചെറിയ പ്രായം മുതലുള്ള ആഗ്രഹം ഇന്ത്യയുടെ സുവിശേഷീകരണത്തിൽ റിമാർക്കബിളായിട്ട് എന്തെങ്കിലും തനിക്ക് ചെയ്യണം. ഇത് ചെറിയ പ്രായം മുതലുള്ള ഒരു ആഗ്രഹമാണ്. അതെന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തു. നമ്മൾ ചെറിയ പ്രായം മുതലേ ആഗ്രഹിക്കണം, നമുക്ക് റിമാർക്കബിളായിട്ട് എന്തെങ്കിലും നമുക്കൊന്ന് ചെയ്യണം. അപ്പം ബെൽജിയത്തിൽ ചെന്നു, അവിടെയും ദൈവം അങ്ങനെ ചില പ്രവൃത്തികൾക്ക് പ്രിയപ്പെട്ട ടിങ്കുവിനെ ഉപയോഗിപ്പാനിടയായി തീർന്നു. കുടുംബമായിട്ട് നിങ്ങളെ ഉപയോഗിപ്പാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചെറിയ കാര്യമല്ല, അങ്ങനെ ഒരു ദേശത്ത് നിന്നൊരു കൂട്ടായ്മ ആരംഭിച്ചു. അതൊന്നും ചെറിയ കാര്യമൊന്നുമല്ല. കർത്താവ് നൽകുന്ന കൃപയ്ക്കൊത്തവണ്ണം അനേകർക്ക് അനുഗ്രഹമാക്കി നിങ്ങളെ നിർത്തട്ടെ. ആ ദേശത്ത് നമ്മളെ കൊണ്ടെത്തിച്ചതിനൊരു ദൈവിക പദ്ധതിയുണ്ട്. ഞാൻ എപ്പോഴും ഇപ്പം ഒരു മൈഗ്രേഷൻ്റെ ഭയങ്കര ഒരു 2nd or 3rd വേവ് ഇങ്ങനെ യൂറോപ്പിലൊക്കെ ഒത്തിരി ആളുകൾ പോകുന്നൊരു സമയമില്ല. അപ്പം ഞാൻ ഈ പോകുന്നവരോടൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങളെ അവിടെ കൊണ്ടുപോകുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്.
അപ്പോൾ ദൈവത്തിൻ്റെ ആ പർപ്പസ് നിങ്ങളുടെ ജീവിതത്തിൽ ഫുൾഫിൽ ആകുമ്പോഴാണ് നിങ്ങളവിടെ ചെന്നതിൻ്റെ ഒരു അനുഗ്രഹം വെളിപ്പെടുന്നത്. നമുക്ക് ജോലി ചെയ്യാനാണെങ്കിൽ ലോകത്ത് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം, അല്ലേ? ജീവിക്കാനാണെങ്കിൽ എവിടെ വേണമെങ്കിലും ജീവിക്കാം. പക്ഷേ ദൈവം ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ദൈവോദ്ദേശം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യുവാൻ നമ്മൾ ഉത്സാഹിക്കുക. അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി കാര്യങ്ങൾ പറയാൻ എൻ്റെ മനസ്സിലുണ്ടെന്നാൽ സമയം മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, യുവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാവരുടെ ജീവിതത്തിൽ ആ ഒരു വലിയ തീരുമാനമുണ്ടാകട്ടെ. ചെറിയ പ്രായത്തിൽ കർത്താവിന് വേണ്ടി എനിക്ക് പ്രയോജനപ്പെടണം, എനിക്കൊരു ഹിസ്റ്ററി മേക്കറാകണം എന്നൊക്കെ ഒരു ആഗ്രഹം. നമ്മൾ പലപ്പോഴും നമ്മൾ പോലും മനസ്സിലൊന്ന് ചിന്തിച്ചു വിടുന്നത്, നമ്മൾ പോലും മറന്നു പോകുന്നതൊക്കെ കർത്താവ് അത് കുറിച്ച് വെച്ച് നമുക്ക് വേണ്ടി ചെയ്യുന്നവനാണ്. നല്ല സാക്ഷ്യത്തിനായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ടിങ്കുവിൻ്റെ സിസ്റ്ററുണ്ട്, അല്ലേ? സിസ്റ്ററുണ്ട്, മദർലോയുണ്ട്. അവരെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുവാനിടയായി തീരട്ടെ. അതെ, എൻ്റെ പപ്പ കേട്ടോ. പപ്പയുണ്ട്, അല്ലേ? പ്രൈസ് ലോർഡ് പാസ്റ്ററെ. ഒത്തിരി സന്തോഷം. പാസ്റ്ററുടെ കഥകളും കുറച്ച് ഞങ്ങൾ കേൾക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി പാസ്റ്ററെ ഒരു ദിവസം നമുക്ക് ടെസ്റ്റിമണിക്കൊക്കെ കൊണ്ടുവരണം, ജീവിതാനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുവാനിടയായി തീരണമെന്ന് എനിക്ക് തോന്നുവാനിടയായി തീർന്നു. അതിനൊരു അവസരം കർത്താവ് തരട്ടെ. പാസ്റ്റർ തന്നെ പ്രാർത്ഥിക്കാം. പാസ്റ്ററെ പ്രാർത്ഥിച്ച് ഈ സെഷൻ പാസ്റ്റർ തന്നെ ആശീർവാദം പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ദൈവം ഞങ്ങളുടെ സങ്കേതവും കഷ്ടങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റെടുത്ത തുണയുമായി കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ പോഷിപ്പിച്ച് പോറ്റി പുലർത്തി വിളിച്ച് വേർതിരിച്ച് വഴി നടത്തിയ ദൈവത്തിന് സ്തോത്രം. ആസാദി TV-യിൽ കൂടെ കർത്താവെ പ്രോഗ്രാം ചെയ്യുന്ന അഭിഷക്തനും കുടുംബത്തിനും പ്രിയപ്പെട്ടവരെ എല്ലാം അങ്ങയുടെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമായ ആളുകൾക്ക് ഒരാശ്വാസമായ, ഒരു അനുഗ്രഹമായി, ഒരു വിടുതലുകളായി ചെയ്യുന്ന ഈ നല്ല വേലയ്ക്കായി ദൈവത്തിന് സ്തോത്രം. കർത്താവെ, ആയിരക്കണക്കിന് ആളുകളെ ഇന്റർവ്യൂ ചെയ്യുവാൻ നിന്റെ മകനെ അവിടുന്ന് സഹായിച്ചല്ലോ. നിന്റെ ദാസനോട് വലിയ കാഴ്ചപ്പാടിനും ദർശനങ്ങൾക്കുമായി സ്തോത്രം. അനേക മീറ്റിങ്ങുകൾ ഞങ്ങൾ കർത്താവെ സൂമിൽ കൂടെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഹല്ലേലൂയ യൂട്യൂബിൽ കൂടെ കേൾക്കാറുണ്ട്. അനേകരുടെ സാക്ഷ്യം ഒത്തിരി പേരെ ഉത്സാഹിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും പ്രത്യാശ പകരുന്നതുമാകിയ സ്തോത്രം. ഇന്ന് കർത്താവെ ടിങ്കുവിനും ഇതിനകത്തൂടെ തന്റെ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ ദൈവം നടത്തിയ വിധങ്ങളെയും വഴികളെയും കുറിച്ച് പറവാൻ ഇടയായതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ഇഷ്ടവും ദൈവഹിതവും കർത്താവ് നടത്തുന്ന വഴികളെ എല്ലാം ഓർത്ത് സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. ദൈവമാണ് ഉയർത്തിയത്, ദൈവമാണ് നടത്തിയത്, ദൈവമാണ് ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നത്. കർത്താവിന്റെ വചനം പറയുന്ന പോലെ യോശുവ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കുന്ന പ്രവാന്റെ കൊണിത്രത്തോളം ഭാഗ്യം തന്നത് കൊണ്ട് സ്തോത്രം. കർത്താവ് ഈ സാക്ഷ്യം അനേക വ്യക്തിത്വങ്ങളുടെ ഹൃദയങ്ങൾക്ക് രൂപാന്തരത്തിനും അനേകരുടെ പ്രത്യാശ വളരുവാനും ഞങ്ങളുടെ പ്രാണപ്രിയന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭയത്തോടും ഭക്തിയോടും വിശുദ്ധിയോടും നിർമ്മലതയോടും ജീവിപ്പാൻ സ്വർഗം സഹായിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. സാക്ഷ്യം പറഞ്ഞ നിന്റെ മകളെയും സാക്ഷ്യം കേട്ടവരെയും ആസാദി TV പ്രോഗ്രാമിനെയും എന്റെ ദാസിനെയും കുടുംബത്തെയും എല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനിയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വേണ്ട പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സഹവാസവും കൂട്ടായ്മയും ആസാദി TV-യോടും പ്രോഗ്രാമിനോടും ടിങ്കുവിനോടും ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് പ്രിയപ്പെട്ടവരും സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവരെ എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്ററെ. താങ്ക് യു ടിങ്കു. എല്ലാവരോടും ഒരു പ്രാവശ്യത്തോട് നന്ദി പറയുക. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു. അടുത്ത ആഴ്ച പിന്നെയും നമുക്ക് ചൊവ്വാഴ്ച വൈകിട്ട് 9 മണിക്ക് ഒരു നല്ല യുവാർഡ് സെഷന് വേണ്ടി ചേർന്ന് വരാം. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു ഓൾ. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. താങ്ക് യു.